ജി ബ്രഹ്മവെളി എന്ന് കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്ന് കൂടുതലായിട്ട് വിശദീകരിക്കാമോ? കാരണം ഞാനിപ്പോൾ അഭ്യസിച്ചു കൊണ്ടിരിക്കുന്ന വിദ്യ, ഇത്രയും വിഷയം ഇത്രയും നേരം സംസാരിച്ചു കൊണ്ടിരുന്നത് ഈ ആത്മജ്ഞാനത്തിനകത്തുള്ള കാര്യങ്ങളാണ്. ഈ തന്നറിവിനകത്തായി ഞാനായിരിക്കുന്ന വസ്തു എന്താണ്, ആ ഞാനായിരിക്കുന്ന വസ്തുവിനെ ഗുരു നമുക്ക് കാണിച്ചു തന്നതാണ് കാര്യഗുരു. കാരണഗുരു ഇരിക്കുന്ന സ്ഥലത്തെത്തുമ്പോഴാണ് ബ്രഹ്മവെളി ഉണ്ടാകുന്നത്. അതായത് പിങ്ങല സുഷുമനയായിരിക്കുന്ന മാതാപിതാവായിരിക്കുന്ന സൂര്യനെയും ചന്ദ്രനെയും വണങ്ങി അത് കാരണദൈവമായിരിക്കുന്ന കുണ്ടലിനിയും കൂടി സംയോജിപ്പിച്ച് ഒന്നായി തുറക്കുന്ന വിദ്യയാണ് ബ്രഹ്മവിളി എന്ന് പറയുന്നത്. അത് സാധാരണ ഒരാളിന് കിട്ടിക്കൊള്ളണമെന്നില്ല. കാരണം അത് വരുമ്പോൾ ഒരുപാട് വിഷയങ്ങൾ പൊളിക്കേണ്ടതാണ്. അത് ലൗകിക വേഴ്ച നടത്തുന്ന ഒരു വ്യക്തിക്ക് അതൊരിക്കലും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഋഷിമാർ കോടിയിൽ ഒരുവൻ എന്ന് പറയുന്നത്. കോടാനോ കോടിയിലോ ഒരുവൻ. കാരണം ആ വീഴ്ചയിൽ നിന്ന് മോചനം വരാനാണ് ബ്രഹ്മവെളി വരുന്നത്. ബ്രഹ്മയന്ത്രം ഒരുത്തൻ തുറക്കണമെങ്കിൽ ഇഹലോകത്തുള്ള ആശകളെല്ലാം വെടിയണം. ഇഹലോകത്തെ കാമക്രോധങ്ങളിൽ അഷ്ടരാഗങ്ങളെല്ലാം വെടിയണം. അത് തുറക്കണമെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങളെ ജയിക്കണം. പഞ്ചഭൂതങ്ങളിൽ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന കർമ്മങ്ങളെയെല്ലാം ജയിക്കണം. ആ കർമ്മങ്ങളായി വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന പഞ്ചഭൂതങ്ങളിൽ തീ, വെള്ളം, വായു, ആകാശം, ഈ തട്ടുകളെയെല്ലാം ഇവൻ യുദ്ധം ചെയ്ത് ജയിക്കണം. പഞ്ചപാണ്ഡവ യുദ്ധം ചെയ്യണം. ഈ യുദ്ധത്തിൽ ബ്രഹ്മയന്ത്രം തുറക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞ കിട്ടുമോ ജ്ഞാനയോഗം, കിടക്കുമോ ഗുരുപാദം, തട്ടുമോ പളങ്കിമേട്, തന്നെ അറിയാർക്ക് നെഞ്ചയുണ്ട്. അപ്പം തന്നെ അറിഞ്ഞ് ആ അഭ്യാസം പൂർത്തിയായി ബ്രഹ്മയന്ത്രം തുറക്കണമെങ്കിൽ അവിടെ 6 പട യുദ്ധം ചെയ്യണം. അതാണ് സുബ്രഹ്മണ്യൻ്റെ നൂലിൽ പറയുന്ന 6 പട യുദ്ധം. ആ 6 പട യുദ്ധം ചെയ്യണം. 6 പട എന്ന് പറഞ്ഞത് മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരക, അനാഹൃദയം, വിശുക്തി, ആജ്ഞ. ഇവരാരെയും ബന്ധിച്ച് നമ്മുടെ കർമ്മങ്ങളെ, പഞ്ചഭൂതങ്ങളെ ആരിനെയും ബന്ധിച്ച് 6 ആധാരങ്ങളെ കൂടി ചേർത്ത് വച്ചിരിക്കുന്നു. ഈ 6 പട യുദ്ധവും 6 അഭ്യാസവും 6 അസ്ത്രങ്ങളുമാണ്. ഈ അഭ്യാസവും അസ്ത്രവും കഴിഞ്ഞ് 6 പട വീടും ഇഹലോകത്തുനിന്നും പരലോകത്തുനിന്നുമുള്ള 2 അഭ്യാസങ്ങളെ ഐക്യപ്പെടുത്തി ചെയ്യുന്ന ഒരു മോക്ഷസൂത്രമാണ്, സൂത്രവിദ്യയാണ് ബ്രഹ്മവെളി. ആ ബ്രഹ്മവെളിയാണ് പരബ്രഹ്മജ്യോതി. ആ അഗ്നിയാകുന്ന ചെന്ന് പരബ്രഹ്മജ്യോതിയിലായി ആ ബ്രഹ്മവെളിയിലെ അഗ്നി ജ്വലിച്ച് ബ്രഹ്മയന്ത്രം തുറന്ന് ഇവൻ്റെ ശരീരമകമെല്ലാം ജ്യോതിയായി. ആ ജ്യോതിയുടെ വിദ്യ കൊണ്ട് ഈ ശരീരത്തെ സ്ഫുടം ചെയ്ത് നീറ്റണം. ഈ ശരീരത്തെ സ്ഫുടം ചെയ്ത് നീറ്റി പഞ്ചഭൂതങ്ങളെ നിഗ്രഹിച്ച് തപസ് അനുഷ്ഠിച്ച് അതാണ് തപസ്. ആ തപസ്സിൽ നിഗ്രഹിച്ച് ഞാനായിരിക്കുന്ന വസ്തുവിനെ മാത്രം കണ്ട് അവിടെ കാര്യഗുരുവിനെ കൂടെ നിർത്തി ഗുരുവിൻ്റെ കൂടെ ഗുരുസേവയും കൂടി ചെയ്യുമ്പോൾ ശിഷ്യൻ്റെ ഓരോ വീഴ്ചകളിലും ഗുരു പൊക്കി നിർത്തി ബ്രഹ്മമായിരിക്കുന്ന ഗുരുവും അവിടെ കാരണദൈവവും ഗുരു ഒന്നായിരിക്കുകയാണ്. ഗുരു ബ്രഹ്മമായിരിക്കുന്നുവെങ്കിൽ അവിടെ അഗസ്ത്യനും 18 സിദ്ധരുകളും നമ്മളെ ശ്രദ്ധിക്കും. യവനും ഞങ്ങളെ കുലത്തിൽ വന്ന് എത്തിച്ചേരും. ഞങ്ങളെ കൂടെ അടുത്ത പദവിയിലേക്ക് എത്താൻ യവൻ അർഹതപ്പെട്ടു ഇരിക്കുന്നവരാണ്. അപ്പം ഈ അഭ്യാസം അവിടെ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ ജാതി മതത്തിൽ നിൽക്കാൻ പറ്റും? ഏതെങ്കിലും ഒരു സന്യാസിക്ക് ജാതി പറയാൻ പറ്റുമോ? മതം പറയാൻ പറ്റുമോ? അവിടെ ദൈവം വരുമെന്ന് ആർക്കാണ് തെളിവ്? ഭക്തിമാർഗം കുറെ പിടിച്ചു നിൽക്കാം. അവിടെ ഞാൻ എന്ന് പറയുന്ന ഞാനെന്ന വസ്തുവല്ലാതെ നിനക്ക് ഒരു അന്യ ദൈവം ഉണ്ടാവരുതെന്നാണ്. അവിടെ ജാതി മതത്തിനും അപ്പുറമാണ് ആ പരവെളി. ആ പരവെളി കാണണമെങ്കിൽ
ഞാൻ പറഞ്ഞ സൂത്രങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഏത് ജാതിയിൽ പെടാം, അവൻ ഏത് ജാതിയിൽ ഇരിക്കാം, ഏത് മതത്തിലിരിക്കാം, ഏത് മതത്തിൻ്റെ കൊടിയിൽ ഈ അഭ്യാസം കിട്ടും, ഏത് ജാതിയുടെ കീഴിൽ ഈ അഭ്യാസം കിട്ടും ഒരു വ്യക്തിക്ക്. അപ്പോൾ നമ്മുടെ ഇന്ന് നടക്കുന്ന ആർഷഭാരതത്തിനുള്ള ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ മതി. ഞാൻ വെളിപ്പെടുത്തണ്ട, നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. സാധാരണ ഇതെല്ലാം ഭക്തിമാർഗമാണെന്ന് മാത്രം കണ്ടാൽ മതി. ഭക്തിക്ക്, മുക്തിമാർഗത്തിന് അതിൻ്റേതായ വഴികളുണ്ട്. ആ വഴികൾ ചെയ്യണമെങ്കിൽ ചിലതൊക്കെ കളയേണ്ടി വരും. ജാതി എന്ന ആ അഴുക്കിനെ മനസ്സിൽ നിന്ന് മാറ്റണം. മതമെന്ന ആ അഴുക്കിനെ മനസ്സിൽ നിന്ന് മാറ്റുന്നവനെ മാത്രമേ, ജാതിയും മതവും മാറ്റിയാൽ മാത്രമേ ആ ശുദ്ധകർമ്മങ്ങൾ ചെയ്താൽ മാത്രം, സൽമാർഗ ചിന്താർമണിയിൽ കൂടി ശുദ്ധകർമ്മങ്ങൾ ചെയ്താലേ ആ ബ്രഹ്മ ഒളി നമ്മളിൽ നിൽക്കൂ. ഇവിടെ ജാതിയുടെയും മനസ്സിൻ്റെയും കോരി തിളപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആന്തരികമാകുന്ന ഈ കാലഘട്ടത്തിൽ എവിടെയോ പരവിളി. ആർക്കാ പരം? പരമെന്ന് പറഞ്ഞാൽ ഈശ്വരൻ, ബ്രഹ്മം, ചലിക്കുന്ന ചക്രം. അത് സിദ്ധന്മാർ സൃഷ്ടിച്ചത്. എന്താണ് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് അടുത്ത് അതിൻ്റെ ക്ലിയർ ഉത്തരം വരും. ലൗകികമായിരിക്കുന്ന ശരീരത്തിരിക്കുന്ന കുണ്ടലിനെ നേരത്തെ പറഞ്ഞ അഷ്ടരാഗങ്ങളെയെല്ലാം ജയിച്ചു, ലൗകികത്തിലിരിക്കുന്ന ആശാഭാസങ്ങളെയെല്ലാം ജയിച്ചു, പഞ്ചമേടുകളെയെല്ലാം യുദ്ധം ചെയ്ത് ജയിച്ചു. ഒരു സാധകൻ ബ്രഹ്മയന്ത്രം തുറന്ന് സ്ഥിരമായിട്ട് ശരീരം അഴിയാമൽ ഇരിപ്പതേ സമാധി. ആ സമമാകുന്ന ഈശ്വരനും നമ്മളും കൂടി സമാധിയായി ഇരിക്കുമ്പോൾ, ഞാനും നീ എന്ന രണ്ട് അദ്വൈതവും ഒന്നാകിയിരിക്കുമ്പോൾ അവൻ ബ്രഹ്മമായി, ഞാൻ തന്നെ ബ്രഹ്മം, ഞാൻ ബ്രഹ്മമായി മാറുന്നു. ആ പരവെളിയിൽ ഞാൻ ബ്രഹ്മമായി മാറുന്നു. ആ ബ്രഹ്മം ആയി മാറുമ്പോഴാണ് അവരാണ് വരാൻ പോകുന്നതിനെക്കുറിച്ച് ലോകത്തിൻ്റെ മാറ്റുരച്ച സിദ്ധന്മാർ. ഇവിടെ വരാൻ പോകുന്ന തത്വങ്ങളിൽ മാറ്റുറച്ചത് അവരാണ്. ഇന്ന് വരാൻ പോണ രോഗങ്ങളെക്കുറിച്ച് ശരീരശാസ്ത്രം അറിഞ്ഞിട്ട് അന്നെഴുതിയ മരുന്നും അന്നെഴുതിയ രോഗം തന്നെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. രോഗികൾ കൂടുന്നതല്ലാതെ രോഗികൾ കുറയുന്നില്ല. അപ്പോൾ ഈ രോഗാവസ്ഥയിൽ കിടക്കുന്ന ജനന മരണ പിണിയെ ജയിക്കണമെന്നാണ് അത്രയും പറയാൻ കാരണം. ഈ ജനന മരണ പിണിയെ ജയിച്ചു നമ്മൾ എവിടെ പോകണം? മോക്ഷരാജ്യത്ത് പോകണം. മോക്ഷപാട് തന്നുക്കുൾ താനിരിക്കുക ഇടവും വേണം. തന്നുക്കുൾ താനിരിക്കുക ഇടമുണ്ടാക്കണം. ഇന്ന് ലൗകിക ശരീരമായിരിക്കുന്ന ആ ഇടമുണ്ടാക്കിയവരാണ് സ്ഥിരമായിരുന്ന് വാഴുന്ന, സ്ഥിരമായിട്ട് ജീവിച്ചവരാണ്. അപ്പോൾ തന്നുക്കുൾ താനിരിക്കുക ഇടവും വേണം. ഈ ശാസ്ത്രത്തിൻ്റെ തത്വത്തിൻ്റെ മുറ വേണം. ആ മുറകളെ കൃത്യനിഷ്ഠയോടുകൂടി 18 പേരും സിദ്ധറുകളും അവസാനം വൈകുണ്ഠസ്വാമികളും ഇങ്ങനെ വന്നവരെല്ലാവരും കണ്ടു. ഞാൻ ആരിൽ കൂടിയാണ് നല്ല നൂലുകൾ കണ്ടു, അവരെ വന്ന വഴികളുടെ മാർഗം ഞാൻ തിരഞ്ഞെടുത്തത് കൊണ്ടാണ് അവരെ പേരുകൾ എടുത്തെടുത്ത് പറഞ്ഞു. മറ്റെല്ലാ നൂലുകളും ഞാൻ നോക്കി, ഗുരു പഠിപ്പിച്ചതിന് ശേഷം എല്ലാ നൂലുകളും വായിച്ചു നോക്കി. എന്നാൽ ചിന്നക്കണ്ണു സ്വാമി എന്നെ എത്തിച്ചെടുത്ത് അദ്ദേഹത്തിൻ്റെ വാമൊഴിയിൽ കൂടി വളർത്തി എന്നെ എടുത്തതുപോലെ ഒരു നൂലുകളും വളർത്തുന്നില്ല. അപ്പോഴെന്ത് ചെയ്യണം? ഈ കുണ്ടലിനി മാറിപ്പിറക്കും. ഇപ്പോൾ കുണ്ടലിനി എന്നേ പേരുള്ളൂ. കുണ്ടലിനി എന്ന് പേരുള്ളപ്പോൾ കുണ്ടലിനി കൂടി അറിഞ്ഞാണ് ഒരു കുഞ്ഞ് ജനിക്കുന്നത്. അപ്പം ആ കുണ്ടലിനി ഈ മനസ്സാകുന്ന ഈ ബോധ മനസ്സിനകത്തിരുന്ന് പല ചിന്തകളും ഉണ്ടാക്കി നമ്മളെ 24 മണിക്കൂർ രാവും പകലും കഴിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നു. എവിടെ? പരവെളിക്ക് പറ്റുന്നില്ല. ആ പരവെളിയിൽ വന്ന് ഈ കുണ്ടലിനിയെ മാറ്റിപ്പിറക്കണം. അപ്പം മാറ്റി പിറക്കണം. ഈ ജഡത്തിൽ നിന്ന് ഈ ജഡത്തെ ഉയിരോട് വെച്ചുകൊണ്ട് പഞ്ചേന്ദ്രിയങ്ങളെ കൊന്ന് തിന്നണം. ഈ വായുക്കളെ ഭക്ഷിച്ച് തിന്ന് യോഗാഭ്യാസം കൊണ്ട് യോഗങ്ങളെ കൊണ്ട് പഞ്ചേന്ദ്രിയങ്ങളെ നിഗ്രഹിച്ച് ഈ വായുക്കളെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് തന്നെ തിരിച്ച് ആഹാരമായി അമൃതമായിട്ട് കൊടുത്ത് യോഗി
യോഗം ചെയ്ത് കൊടുത്ത് അവർക്ക് ഭക്ഷണമായിട്ട് തിന്നാൻ കൊടുത്ത് ബ്രഹ്മേന്ദ്രൻ തട്ടിത്തുറന്ന ആ അഭ്യാസത്തിൽ മേലെ കയറി പരവെളി കണ്ട് സ്വർഗരാജ്യം കണ്ട് അവിടെ ഇരുന്ന് ബാലെ ഈ ശരീരം ബാലയുടെ അവകാശപ്പെട്ടതാണെന്ന് പെടുത്തണം. അതാണ് രേഖാശാസ്ത്രം. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹൃദയം. ആധാരമെന്നാൽ രേഖ, ശരീരത്തിൻ്റെ പ്രമാണം. 96 തത്വങ്ങളാൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ ശരീരത്തെ ഒന്നാക്കുന്ന ജോലിയാണ് യോഗം. അവിടെ യോഗാസനത്തിന് സ്ഥാനമില്ല. തെറ്റുണ്ടോ? ആസനവും യോഗവും രണ്ടാണ്. സ്വാമിജി, ഈ നമ്മൾ കേട്ടിട്ടുള്ളതാണ് സ്വർഗം, മുക്തി, മോക്ഷം. ശരിക്കും എന്താണെന്നൊന്ന് വിശദീകരിക്കാം. സ്വർഗം, മുക്തി, മോക്ഷം. അപ്പം സ്വർഗമെന്ന നഗരമെന്ന ഇത് രണ്ടും ഇരിക്കുന്നത് ഇടയും പിങ്ങലയിലുമാണ്. നേരത്തെ പറഞ്ഞ അച്ഛനും അമ്മയും. നമ്മൾ ഈ ഇടയും പിങ്ങലയും ഒരിക്കലും ഒരു പ്രാണവായു അപാനവായു ആണെന്ന് മാത്രം കണ്ട് നമ്മൾ നിരസിച്ച് കളയരുത്. അത് ജനന മരണ പിണിയെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന രണ്ട് വസ്തുക്കളാണ്. ഈ രണ്ട് വസ്തുക്കളെയും മോക്ഷത്തിൽ കൊടുക്കാൻ വേണ്ടി അവരെയും കൊണ്ട് സാധകം ചെയ്യിപ്പിക്കണം. എങ്കിലേ നമ്മൾ നരകമായി ഇരിക്കുന്ന ഭൗതിക ശരീരത്തിൽ അവരുടെ കോശങ്ങളാണ് കെട്ടിയിരിക്കുന്നത് സെല്ലുകളായിട്ട്. എടാ പിങ്ങല ആണ് ശരീരത്തിൻ്റെ രണ്ടാണിക്കല്ലുകൾ. അത് അച്ഛനും അമ്മയും ചെയ്ത കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കുന്ന ഈ രണ്ട് വായുക്കളാണ് ശരീരത്തിൽ. ഈ വായുക്കൾ സ്ഥിതി ചെയ്യുന്ന കോശങ്ങളുണ്ട്, ഇരിപ്പിടങ്ങളുണ്ട്. ഈ ഇരിപ്പിടങ്ങളിൽ അവർക്ക് തുമ്പങ്ങളും ദുരാപത്തുകളും വരുമ്പോൾ നമുക്ക് രോഗാവസ്ഥയിൽ വന്ന് കർമ്മങ്ങൾ ഏറ്റു പിടിപെടും. ജനനേന്ദ്രിയ കർമ്മങ്ങളും ഇതും കൂടി വരുമ്പോൾ നമുക്ക് നരകം ബാധിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ ഓരോ നിമിഷവും നമുക്ക് മോക്ഷത്തിലേക്കോ മുക്തിക്കോ പോകാനോ കഴിയാതെ സൂര്യനും ചന്ദ്രനും ഇരിക്കുന്ന കോശങ്ങളെല്ലാം വ്രണങ്ങളുമായി, രോഗങ്ങളായി, അവസ്ഥകൾ കെട്ട് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ യോഗം പൂർത്തിയാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? ജനന മരണ പിണിയായിട്ടിരിക്കുന്ന നരക ജീവിതം, ഈ നരക ജീവിതത്തിൽ നിന്ന് മോക്ഷം കൊടുക്കാനുള്ള ഒരു മാർഗ വിഷയമാണ് സാധകം. ആ സാധകം എന്ന അഭ്യാസത്തെ നമ്മൾ വഴിയാമണ്ണ വേണം. അറിയാൻ വരുമെങ്കിൽ ഇവിടെ കാര്യഗുരു ഇപ്പുറത്തിരുന്നു കൊണ്ട് നമുക്ക് നരകവും സ്വർഗവും കാണിച്ചു തരണം. അപ്പോൾ ഈ നരകമെന്ന് പറയുമ്പോൾ നിങ്ങൾക്കെല്ലാം ചിലപ്പോൾ ക്ഷീണമുണ്ടാവും. കാരണം നരകമെന്ന സ്വർഗമെന്ന നാദബിന്ദു വാച്ച്. അപ്പോൾ നിങ്ങൾ നരകവും സ്വർഗവും എന്താണെന്ന് അറിഞ്ഞ എന്നോട് നിങ്ങൾ ചോദിക്കുമ്പോൾ എൻ്റെ ഗുരുവിൻ്റെ അനുഗ്രഹത്താൽ ചിന്നക്കണ്ണു സ്വാമിയുടെയും 18 സിദ്ധറുകളും പറഞ്ഞിരിക്കുന്ന നരകത്തിൽ നിന്ന് ഒരു മോചനം വരണമെങ്കിൽ നമ്മൾ ആ ബിന്ദുവിനെ അറിയണം. നമ്മൾ ലൗകികമായിട്ട് അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സുഖജീവിതത്തിൽ നിന്ന് മാറി വരുമ്പോൾ പകുതി നരകം മാറിയെന്നാണ്. ഇല്ലെന്ന് പറയട്ടെ. ഈ നരകത്തിൽ വീഴുന്നുകൊണ്ട് ഒരാൾക്ക് മോക്ഷവും മുക്തിയും ഒരാളിന് കിട്ടണമെന്ന് പറഞ്ഞാൽ ഞാൻ വ്യക്തമായിട്ട് പറയും. അതിനുവേണ്ടി എൻ്റെ അപ്പ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ വിഷയം എന്താണ് കൂടുതൽ പൊളിക്കില്ല റഫായിട്ട്. കാരണം ഇവിടെ സഹോദരന്മാരും അമ്മമാരും ഒക്കെ ഇരിക്കുന്ന ഒരു ലോകമാണ്. നമുക്ക് എല്ലാവരും ഭക്തിക്ക് വേണ്ടി മുക്തിക്ക് വേണ്ടിയും കിടന്ന് പാടുള്ളൂ. നമുക്ക് ചോദ്യം വരുമ്പോൾ ചോദ്യം കൊടുത്താലേ ആ കുട്ടിയെ തിരുന്നു. അധ്യാപക MA കാരനായിട്ട് കാര്യമില്ല. ഞാൻ മാത്രം ഇത് വിഷയം പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇത് കേൾക്കാൻ വരുന്നവരും കുറച്ച് കാര്യങ്ങൾ അറിയട്ടെ, എന്തെങ്കിലും പറയാം. അപ്പം നാദബിന്ദു എന്ന് പറയുന്ന സാധനത്തിന് അവിടെ പോയി. അപ്പം എവിടെ അനുദിനം എന്തു ചെയ്യും? അനുദിനം ഇവർ പല സുഖ ജീവിതത്തിനു വേണ്ടി പണങ്ങൾ സമ്പാദിച്ചുകൊണ്ട് അങ്ങനെ തിരക്കി നടക്കുകയാണ് ഈ ജീവിത വാഴ്ക്കയിൽ. അവിടെ സ്വാമിയെന്നോ വ്യക്തിയെന്നോ പണമുള്ളവനെന്നോ ഇല്ലാത്തവനോ ഈ സുഖമെന്നല്ല. കൂടുതൽ വരുമ്പോൾ അത് നരക ജീവിതം തന്നെ. ഈ നരകത്തിൽ നിന്ന് നമുക്ക് കരകയറാനാണ് മോക്ഷസൂത്രം പറഞ്ഞത്. ഈ മോക്ഷത്തിൻ്റെ വഴിയാണ് നമ്മൾ അറിയേണ്ടത്. അപ്പോൾ ഒഴിയാതെ എന്തു ചെയ്യണം?
ഭഗവാന്റെ അടുത്ത് ചിന്ത വയ്ക്കണം, ഇത് മറക്കണം. ഇവിടെ ഭക്തിമാർഗത്തിൽ നിന്നുകൊണ്ട് ആദ്യത്തെ ധ്യാനം പരമാനന്ദത്തിൽ നിന്നുകൊണ്ട് അവന് സ്വയം അറിയുന്ന വിദ്യ കൊടുത്തു. ഒരു അച്ഛനും അമ്മയും വിവരമുള്ള ഈ സമൂഹത്തിൽ വിവരം ഉണ്ടാക്കണമെങ്കിൽ അച്ഛനും അമ്മയും ഉണ്ടാക്കി അവന് ഭക്തിമാർഗത്തിൽ നിന്ന് വിവാഹം എന്താണെന്ന് മക്കൾക്കും കുട്ടികൾക്കും കാണിച്ചു കൊടുത്തു. അവർ ആശാഭാസങ്ങളെല്ലാം വിട്ടിട്ട് വന്ന് മോക്ഷവും മുക്തിക്ക് വേണ്ടി മര്യാദയ്ക്ക് വന്ന അവനിരിക്കും. അതാണ് ഇവിടുത്തെ ഭക്തിമാർഗങ്ങൾ മാത്രമാണ് ഈ കോവിലുകൾ എന്ന് പറയുന്നത്. കാരണം അതിന് ഉദാഹരണം ഞാൻ പൊളിച്ചു പറയാം. ഈ കോവിലിൽ പൂജ ചെയ്യുന്ന പൂജാരിമാരാകുന്ന സ്വാമി, അവരെല്ലാം സ്വാമി സ്വയം അറിയാൻ വേണ്ടി അവർക്കെല്ലാം മക്കളില്ലേ, അവർ ആ ജീവിതം നയിച്ചിട്ട് വന്നല്ലേ പൂജ ചെയ്യുന്നത്. അപ്പോൾ ഭക്തിമാർഗമല്ലേ. ഇവിടെ മുക്തിക്കോ? അപ്പോൾ അതിൽ നിന്ന് മാറിയാലല്ലേ മുക്തിയുള്ളൂ. അപ്പോൾ മുക്തിക്ക് എന്ത് ചെയ്യണം? ഇതിനെ അവിടെ വെച്ച് സൂക്ഷിക്കണം. ആ സൂക്ഷിപ്പാണ് കാത്തിരിപ്പ്. അതിനെ നോക്കിക്കൊണ്ടാണ് ചുമ്മായിരി. അതിനെ അവിടെ വെച്ച് കഴിഞ്ഞാൽ ഇവന് സമയമില്ല, അവന് ഉപ്രാളമാണ്. ഗുരു ശാസിക്കും, ഗുരു അടിക്കും. അവിടെ ആ നിലയ്ക്ക് വരുന്ന ഗുരു കാര്യഗുരു ആണെങ്കിൽ അവനെ ശാസിക്കും. നീ എവിടെ പോയി, എന്തിനു പോയി, അവിടെ പോയി. ഇവിടെ നിന്റെ ഭക്തിമാർഗത്തിൽ കൂടി നിനക്ക് ലൗകിക സുഖമെല്ലാം കഴിഞ്ഞ് നിന്റെ മക്കളെയും കുട്ടികളെല്ലാം അമ്മയെ ഏൽപ്പിച്ചു. നീ അവിടെയും ഇവിടെയും നിന്ന് നരകത്തിൽ നിന്നുകൊണ്ടേ സ്വർഗം കാണാൻ പറ്റൂ, മുക്തിമാർഗം കാണാൻ പറ്റൂ. സ്വർഗത്തിൽ നിന്ന് നമ്മൾ നരകത്തിൽ ഒരിക്കലും വരില്ല. അപ്പം ഈ ശരീരമാകുന്നത് നരകമാകുന്ന ശരീരത്തിലേക്ക് അകപ്പെടാതെ നമ്മൾ മുക്തിയും മോക്ഷവും സ്വർഗവും കണ്ടെത്തണമെങ്കിൽ അവിടെ അതിനെ വെച്ച് പരിപാലിക്കണം. ആ പരിപാലിക്കുന്നത് ചിന്തയാണ്. ചുമ്മായിരി. വെറുതെ ആക്കുമിരിക്കാം. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച് വെറുതെയും എന്താണ്. അപ്പോൾ ചുമ്മായിരിക്കണമെങ്കിൽ അവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ബ്രഹ്മം വിളയും. ആ വിളയുന്ന ബ്രഹ്മമാണ് കുണ്ടലിനിയുടെ രണ്ടാം പിറവി. ലൗകികത്തിൽ നരകത്തിലിരുന്ന കുണ്ടലിനെ ഇവിടെ നിന്ന് മാറ്റി അടുത്ത് കുണ്ടലിനിക്ക് ഒരു പുതിയ സൃഷ്ടി കൊടുക്കുന്നു. അതാണ് ഒരു സിദ്ധന്റെ ധർമ്മം, അതാണ് തപസ്. ആ തപസ്സിനെ കാത്തിരിക്കാൻ എത്ര പേർ കൂടെ കഴിയുന്നു? ചുമ്മാ ഇരിക്കാൻ ആർക്കും സമയമില്ല. 24 മണിക്കൂർ മൊബൈൽ, 24 മണിക്കൂർ വാർത്ത, 24 മണി. ഇതിനിടയ്ക്ക് നമുക്ക് ജാതി വളർത്തണം, മതം വളർത്തണം, രാഷ്ട്രീയം വളർത്തണം, ഇതൊക്കെ ആയിരിക്കുമ്പോൾ ഇതിനിടയിൽ കിടന്ന് എല്ലാവരും കൂടി നരക ജീവിതമാണ്. ഈ നരകത്തിൽ നിന്ന് നമുക്ക് മോക്ഷം കൊടുക്കണമെങ്കിൽ നമ്മുടെ മാതാവും പിതാവും ആയിരിക്കുന്ന അച്ഛന് വീണ്ടും ഒരു സൃഷ്ടി കൊടുക്കാൻ നമ്മുടെ കാര്യഗുരു ശിഷ്യനാകുന്നവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കാനാണ് ഈ വേദങ്ങളും ശാസ്ത്രങ്ങളും ഇങ്ങനെ അഗസ്ത്യരും 18 സിദ്ധറുകളും ഇങ്ങനെ വളച്ചു കെട്ടി ഇവിടെ വന്നത്. എന്നെയും ഇവിടെ പിടിച്ചിരുത്തിയത് എൻ്റെ ഗുരുനാഥനാകുന്ന ചിന്നക്കണ്ണ് സിദ്ധറുകളാണ് ഈ വിഷയത്തിലേക്കും കൊണ്ടെത്തിച്ചത്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? ആ വിഷയത്തെ പരിപാലിക്കുമ്പോൾ ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് പോവാം. ഇനി അതിലും ഒരു രഹസ്യമുണ്ട്. ആ വിദ്യ നമ്മൾ ഈ നരക ജീവിതം വിട്ടിട്ട്, അല്ലെങ്കിൽ നമ്മൾ വിവാഹം കഴിക്കാതെ ഇരുന്നു എന്ന് പറഞ്ഞിട്ടും മുക്തിയില്ല. നമ്മൾ ലൗകിക ഏർപ്പാടിൽ പോയില്ല, നമ്മൾ വിവാഹമൊന്നും കഴിക്കാത്ത അതിലും അവിടെ ചുമ്മാ ഇരുന്നു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അതിലും ഒരു രഹസ്യമുണ്ട്. അവിടെ അത് എത്തണമെങ്കിൽ അതിൻ്റെ സാധകവും കൂടി അറിഞ്ഞിട്ടാണ് അവിടെ ഇരിക്കാൻ. അല്ലെങ്കിൽ അത് വിളയില്ല. സാധകമില്ലാതെ പിന്നെ എങ്ങനെ? അതാണ് യഥാർത്ഥ നീയും ഞാനും. ഇവിടെ പറയുന്നതല്ല. അവിടെയാണ് ഉപബോധ മനസ്സെന്ന് പറയുന്ന സാധനത്തിൻ്റെ വിളവെടുക്കുന്ന നെൽകൃഷി. അത് നമുക്ക് ഉപബോധ മനസ്സും ബോധ മനസ്സും ഇനി ഒരു ദിവസം എടുക്കാം. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? അവിടെ സാധകം എത്തണം. ആ സാധകം അവിടെ എത്തിയാൽ മാത്രമേ ആ ചൂട് കൊണ്ട്, ആ ബ്രഹ്മവിദ്യയുടെ വാസിയോഗം കൊണ്ട് അത് വെണ്ണീറായി ഒരു ഗുളിയായി ഉരുട്ടി അവൻ ഗമനം ചെയ്യും. അതാണ് ഗമനമണി. ആ സിദ്ധനാണ്, ആ സിദ്ധന്മാരാണ് ബാലയ്ക്ക് പേരിട്ട് കൊടുത്ത മനോന്മണി, ഗമനമണി. അതവിടെ ഇരുന്നാൽ അവൻ പറക്കും, ലോകമെല്ലാം ചുറ്റും. ആ പറക്കുന്നത് ദൈവമാണ്. അവിടെയാണ് അവൻ ബ്രഹ്മമായി മാറുന്നത്. അല്ല ചുമ്മാ അങ്ങ് അഭ്യാസം ചെയ്തെന്ന് പറഞ്ഞ ഒരുത്തനും ബ്രഹ്മമൊന്നായി മാറൂല്ല. അതൊക്കെ വെറും കള്ളമാണ്.
കാപട്യമാണ് ഇന്ന് പറഞ്ഞു പരത്തി നമ്മളെ പിടിച്ചിരുത്താൻ ചെയ്യുന്ന ഒരു തന്ത്രവിദ്യയാണ് അത്. ഞാൻ ശക്തമായിട്ട് ഈ വിഷയത്തിൽ ഒരു അധ്യാപകനോട് ശക്തമായിട്ട് ക്ലാസ് അറിഞ്ഞവൻ ശക്തമായിട്ട് എന്നെ പറയും. എന്നെ എങ്ങനെ വേണമെങ്കിലും വിചാരിച്ചോട്ടെ, മോശമായിട്ടാണ് പറയുന്നതെങ്കിൽ വിചാരിച്ചുവെങ്കിൽ ഇത് ഞാൻ പറയുന്ന സാധാരണക്കാർക്കല്ല, അവർക്ക് ദഹിക്കില്ല. ഇതൊരു സാധകം ചെയ്യുന്ന ശരിക്കുള്ള ഒരു അഭ്യാസിക്ക് മാത്രമാണെന്ന് കണ്ട മറ്റുള്ളവരുടെ എന്തെങ്കിലും തോന്നണമെങ്കിൽ ക്ഷമിക്കുക, ഇത്രയേ ഉള്ളൂ. അവർക്കിത് വേണ്ടല്ലോ, അവരങ്ങ് ക്ഷമിക്കുക, ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് സിദ്ധന്മാരൊക്കെ ആ വിഷയത്തിൽ മനസ്സിനെ അടക്കി യോഗം ചെയ്യാൻ പറഞ്ഞു. ആ മനസ്സിനെ അടക്കി യോഗം ചെയ്തു അവിടെ ചിന്ത വയ്ക്കുമ്പോൾ അത് അവിടെ ഇരുന്ന് ഗുരുവാകും. ആ ഗുരുവാണ് അത് വന്നാലേ കാരണഗുരുവാകൂ. ആ കാരണഗുരുവാണ് പരവളിയാകുന്ന കാരണഗുരു. അത് ഗുരുവാക്കി എടുക്കണമെങ്കിൽ അവിടെ പരവളിയായി ബ്രഹ്മയന്ത്രം തുറക്കണം. ബ്രഹ്മയന്ത്രം തുറക്കണമെങ്കിൽ അത് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ശുദ്ധീകരിക്കുന്ന ആ യോഗവും അറിയണം. ആ യോഗം ചെയ്ത് അത് അവിടെ ഇരുന്ന് അതിൻ്റെ പവറിലാണ് ബ്രഹ്മയന്ത്രം തുറക്കേണ്ടത്. ആ കുണ്ടലിനി രണ്ടാമതെടുത്ത് നമ്മൾ വിചാരിച്ചെന്ന് പറഞ്ഞ് നമ്മളുടെ ഉച്ചിയാകുന്ന ബ്രഹ്മയന്ത്രമാണ് ഉച്ചി. ആ ഉച്ചി തുറക്കൂല. അവിടെ ചുമ്മാ ഇരുന്നു എന്ന് പറഞ്ഞും തുറക്കൂല. ഇത് അവിടെ ഇരുന്ന് വളർന്നാൽ മാത്രമേ അതിൻ്റെ പവറിൽ കുണ്ടലിനി തുറന്നാൽ മാത്രമേ അടുത്ത് സൃഷ്ടിയെടുക്കുന്ന ഒരു കുണ്ടലിനി ഉണ്ട്. അതാണ് സിദ്ധിച്ചവൻ. അതാണ് സിദ്ധന്മാരെല്ലാം സിദ്ധിച്ചത്, കൂടുവിട്ട് പായുന്നത്. ആ വിദ്യയുടെ പേരാണ് സിദ്ധന്മാരെല്ലാം 6 വീടും ശരീരമാകുന്ന 6 ഉടുപ്പും കിളത്തി 6 ഉടുപ്പിനെയും മാറ്റി ഓരോ ഉടുപ്പുകളെയും മാറ്റി 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 അവിടെ ചെന്ന് ബ്രഹ്മേന്ദ്രം 6ാമത്തെ ഉടുപ്പും കിളത്തിയാൽ മാത്രമേ, ആ യോഗാഭ്യാസം വന്നാൽ മാത്രമേ ആ ബ്രഹ്മയന്ത്രം തുറന്ന് അവിടെ ചുമ്മാ ഇരിക്കാനോ അഭ്യാസമോ എന്ത് വേണമെങ്കിലും നമുക്കവിടെ ചെയ്യാം. ഈ ചുമ്മാ ഇരിക്കാൻ പറയണതിൽ കാരണമെന്ന് പറഞ്ഞാൽ ഇഹലോകത്തുനിന്ന് ഈ ബോധമനസ്സിൽ നിന്ന് ദുർചിന്തകളും മനസ്സുകളെയും മാറി പരലോകത്തിരിക്കുന്ന ജീവിത രീതികളെ ഗുരു പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു തത്വചിന്തകന മാത്രമല്ല ഋഷീശ്വരന്മാർ. അവരാരാണെന്ന് എൻ്റെ ഇന്നത്തെ വിഷയത്തിൽ നിങ്ങൾ കുറച്ച് മനസ്സിലാക്കണം. അവരാരും വെറുതെ ഇരുന്നവരല്ല. ഇഹത്തിലും പരത്തിലും ഒരുപോലെ ഇരുന്നു. ഇഹവും പരത്തിലും അവർ ചുമ്മാ ഇരിക്കേണ്ടി വന്നു. ഇഹലോകത്തിരിക്കുന്ന നരക ജീവിതമാകുന്ന ഇഹലോകവും പരലോകവും കൂടിയായിരുന്ന 2 അദ്വൈതമാകുന്ന സൂര്യനും ചന്ദ്രനും ആകുന്ന അച്ഛനും അമ്മയും അവർ സാധകം ചെയ്തുകൊണ്ടിരുന്നു. അവർക്ക് സേവ ചെയ്തുകൊണ്ടിരുന്നു. അവർക്ക് പൂജ ചെയ്തുകൊണ്ടിരുന്നു. മനേന്ദ്രിയ പൂജ എന്നാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് മനേന്ദ്രിയ യുദ്ധമാക്കി മാറ്റി. ആ മനേന്ദ്രിയ യുദ്ധം എങ്ങനെ ആകണമെന്നുണ്ട്. ഇകത്തിൽ നിന്ന് പരത്തിലേക്ക് ലയിച്ചിരുന്ന അത് സമാധി യോഗമെന്നും അതിന് പറയാം. സമാധി യോഗമെന്ന് പറഞ്ഞാൽ അതിനെ ഈ കൂടിൽ നിന്ന് ജീവനെ മാറ്റി വേറൊരു കൂട്ടിലേക്ക് പോകുന്ന മാർഗനിർദ്ദേശങ്ങളാണ് സമാധി വിദ്യ. അല്ലാതെ സാധാരണ പറയുന്നതല്ല സമാധി വിദ്യകൾ. അത് വേറെ, അത് ഞാൻ ഇട്ടിട്ട് പോകും. നമുക്ക് അടുത്തൊരു വിഷയം വരുമ്പോൾ സമാധിയെക്കുറിച്ചൊക്കെ വിശദീകരിക്കാം. അപ്പോൾ അങ്ങനെ 6 വീടും കൂടുവിട്ട് അവൻ പായണം. അത് ആ വിദ്യ അഭ്യസിച്ച് അങ്ങനെ ഓരോ അസ്ത്രത്തിനും ഓരോ പേരുണ്ട്. അതാണ് ബ്രഹ്മാസ്ത്രമെന്നും രേചകാസ്ത്രമെന്നും സൂര്യാസ്ത്രമെന്നും ചന്ദ്രാസ്ത്രമെന്നും അടുത്ത് കുംഭകാസ്ത്രമെന്നും ഇങ്ങനെ ശിഷ്യന്മാർക്ക് ഓരോ അസ്ത്രങ്ങൾ ആവശ്യത്തിന് എടുത്തു കൊടുത്തു. അത് അവരുടെ ശത്രുക്കളെ വെല്ലാനാണ്. ശത്രുക്കളെന്ന് പറഞ്ഞാൽ ഇവരെ രോഗം, ശരീരത്തിനെ ബാധിച്ചു കൊണ്ടിരിക്കുന്ന പഞ്ചഭൂത പീഡനകളെ ജയിക്കാനുള്ള അതാണ്. അല്ലാതെ നമുക്ക് ശത്രുക്കളൊന്നും വെളിയിലില്ല. സിദ്ധന്മാർ എന്നെ അറിഞ്ഞാൽ പിന്നെ നിങ്ങളും ഞാനും ഒന്നാണെന്ന് അറിഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്കറിയാമെന്നുള്ള ഭാഗത്ത് നിൽക്കുന്നു, ഞാൻ നിൽക്കുന്നു. പിന്നെ എന്തിനൂടെ തർക്കം? ഏത് ജാതിക്ക് വേണ്ടി നിങ്ങൾ അടിക്കും? ഇത് ഇങ്ങനെ ഒരു ഭാഗം ഇരിക്കുമ്പോൾ നമുക്ക് എങ്ങനെ ഇവിടെ ആരെ കൊല്ലാൻ കഴിയും, ആരെ അടിക്കാൻ കഴിയും? ഏത് കൊടിയും ഏത് മതത്തിൻ്റെ ബോർഡ് വെച്ചിട്ടിരുന്നു കൊണ്ട് നമുക്ക് ഈ പ്രാണവിദ്യ അഭ്യസിക്കാം? പറ്റൂല. അങ്ങോട്ട് പോയാൽ ദൈവം തള്ളിയിട്ടിരിക്കും. കലിയുഗം നശിക്കും. കലിയുഗം നശിച്ച് ധർമ്മയുഗം വരും. കറക്റ്റാ വരും. ഇപ്പം ജാതി മതത്തിനിടയിൽ കലി ഇളക്കിക്കൊണ്ടിരിക്കുന്ന സകല പേർക്കും ഒരു നീതിശാസ്ത്രം തെളിവ് വരും. അതാണ് വരാൻ പോകുന്നത്. മത്സ്യകൂർമ്മ വരാഹത്തിൻ്റെ അവസാനം വരാന്ന ജനാർദ്ദനൻ ലോകത്തിൽ വരുമെന്നും
നമ്മളെ 10 അവതാരങ്ങളിൽ അവസാനത്തത് അതാണ്. ജനങ്ങളെ ആർജിച്ചവനാണ് ജനാർദ്ദനനെന്നും ജനങ്ങളെ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ ഒരുവൻ ഈ ലോകത്ത് വരുമെന്നും വേദങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ആദിമുനി അഗസ്ത്യനും അവസാനം വന്ന ഒരു വൈകുണ്ഠസ്വാമിയും സകലം സൂചിപ്പിക്കുന്നുണ്ട്. ജനാർദ്ദനൻ എന്ന് പറഞ്ഞാൽ അവസാനം വരുന്ന ജനാർദ്ദനായ നമ. അപ്പോൾ ആ ജനാർദ്ദനൻ ജനങ്ങളെ ആർജിച്ചവനാണ്. അങ്ങനെ ഒരു ഭരണാധികാരി പോലും ഇന്ത്യയിൽ വന്നിട്ടില്ല ഇതുവരെ. അങ്ങനെ ഒരു അംശം പോലും ഒരു ഭരണാധികാരി. ഇതിനെല്ലാം ഒരു തിരുവെഴുത്ത് വരും, തിരിച്ചെഴുത്ത് വരും. നമ്മൾ കാത്തുകൊണ്ടിരുന്നോളി, കണ്ടുകൊണ്ടിരുന്നോളി. ഇത് കലി നശിപ്പിക്കും, ഇത് കലി ഇളവി. നേരത്തെ പറഞ്ഞ നരക ജീവിതത്തിന് വേണ്ടിയുള്ള ജീവിതത്തിനെ വെട്ടിപ്പിടിച്ച് അളന്നു തിരിച്ച് കോലാക്കി ശാസ്ത്രങ്ങളാക്കി മണിക്കൂറുകളാക്കി കൊണ്ടിരിക്കുന്ന ഇതിനെ അഴിച്ചു പണിയാൻ ഒരുവൻ വരും. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. സ്വാമിജി, നമ്മുടെ സിദ്ധന്മാർ അഭ്യസിച്ച പ്രാണവിദ്യയിലെ പ്രാണായാമത്തെ കുറിച്ചൊന്ന് പറയാമോ? ഞാൻ ഫസ്റ്റിൽ തന്നെ സൂചിപ്പിച്ചു. പ്രാണൻ ജീവൻ, ഉയിര്. അപ്പം പ്രാണവിദ്യ അഭ്യസിക്കണമെങ്കിൽ ഗുരുവിൽ നിന്ന് ആ തട്ടിത്തിരിച്ച 3 അറിവുണ്ടാകണം. അതിനെ രേചകപൂരക കുംഭകം എന്ന് പറയാറുണ്ട്. ഈ രേചകപൂരക കുംഭകം പല ആളുകളും പല രീതിയിലാണ് അഭ്യസിക്കുന്നത്. പല രീതിയിലാണ് രേചകപൂരക കുംഭക അഭ്യാസം നിയന്ത്രിക്കുന്നത്. അപ്പം രേചകപൂരക എന്ന് പറയുന്നത് പ്രാണനും അപാനനും സുഷുമനയുമാണ്. പക്ഷേ അതങ്ങനെ ഇരിക്കില്ലെങ്കിലും ഇതിൻ്റെ അഭ്യാസം വേറെയാണ്. അത് ഒളിക്കപ്പെട്ടതാണ്. അത് ഗ്രന്ഥങ്ങളിലെല്ലാം മാറ്റി എഴുതപ്പെട്ടതാണ്. തൊട്ടാണ് ഇരുന്നത്. കടും തപസ് ചെയ്ത് സിദ്ധന്മാരാണ് അതിനെ പൂർത്തിയാക്കി എടുക്കുന്നവരാണ് പൂർണ്ണന്മാർ. അവിടെ രേചകപൂരക കുംഭകം എന്ന് പറഞ്ഞാൽ സ്ഥൂലം, സൂക്ഷ്മം, കാരണം. അപ്പോൾ സ്ഥൂലം, സൂക്ഷ്മം, കാരണം നിൽക്കുന്നത് ഒന്നിൽ ശരീരം, ഒന്നിൽ മനസ്സ്, ഒന്ന് കർമ്മം നിൽക്കുന്നു. അവിടെ സ്ഥൂലവും സൂക്ഷ്മവും ജയിക്കണമെങ്കിൽ 3 ശരീരങ്ങൾ എടുത്ത് നിൽക്കുകയാണ്. അതാണ് ബ്രഹ്മം, വിഷ്ണു, മഹേശ്വരന്മാർ നിൽക്കുന്ന 3 അഗ്നി മണ്ഡലങ്ങളാണ്. ഈ മണ്ഡലങ്ങളെല്ലാം കർമ്മഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ പ്രാണായാമം ചെയ്താൽ മാത്രമേ മോക്ഷമുള്ളൂ. നേരത്തെ പറഞ്ഞ സ്വർഗവും മുക്തിയും കിട്ടും. പ്രാണനെന്ന് പറഞ്ഞ വായുവിനെ കൊണ്ട് അഭ്യസിച്ചാൽ മാത്രമേ അതിനെ യാമം ചെയ്യണം. യാമം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നു 24 മണിക്കൂറാണ്, 24 മണിക്കൂറാണ് എന്നാണ് കണ്ടിരിക്കുന്നത്. 24 നേരത്തെ പറഞ്ഞ തന്നെ സൂര്യനെയും ചന്ദ്രനെയും ഓടിക്കൊണ്ടിരിക്കുന്ന കണക്കിനെ തെറ്റിക്കുന്നവനാണ് ഒരു യോഗി. നിങ്ങൾ സൂര്യനെയും ചന്ദ്രനെയും കണക്കിനെ തെറ്റിച്ചാൽ നിങ്ങളാരും സൂര്യനെയും ചന്ദ്രനെയും ജയിച്ചില്ലേ? സൂര്യനെയും ചന്ദ്രനെയും ജയിച്ചാലല്ലേ, മാതാപിതാവിനെ ജയിച്ചാലല്ലേ മോക്ഷത്തിനപ്പുറത്ത് പോകാൻ പറ്റും. അവർ രണ്ടുപേർ വല വിരിച്ചിട്ടിരിക്കുകയാണ് ഇവിടെ, ആകാശവും ഭൂമിയും. ഈ ആകാശവും ഭൂമിയും വല വിരിച്ചിട്ടിരിക്കുന്നിടത്ത് നമുക്ക് എങ്ങനെ അപ്പുറത്ത് കടക്കും? അവർ വല വിരിച്ച താഴെത്തട്ടിൽ ഇഹലോക വാസ സുഖത്തിൽ നമ്മൾ ആവപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? പ്രാണായാമം ചെയ്യണം. പ്രാണനെ കൊണ്ട് യാമം. യാമം എന്ന് പറഞ്ഞാൽ മാറ്റം. നീ ചെയ്യുന്ന യോഗത്തിൽ നിനക്ക് മാറ്റം ഉണ്ടാകണം. മാറ്റം ഉണ്ടാകുന്ന എങ്ങനെയാണ്? 21,600 ശ്വാസത്തിൻ്റെ കണക്ക് തെറ്റിക്കണം. അപ്പോൾ ഈശ്വരൻ്റെ തലയിലെഴുത്തിൻ്റെ കണക്ക് തെറ്റിക്കുന്നവനാണ് പരമയോഗി. നിങ്ങൾക്ക് തെറ്റിക്കാൻ കഴിയുമോ? അത് എങ്ങനെ തെറ്റിക്കും? ഏത് ജാതിയിൽ നമുക്കിത് പഠിപ്പിക്കാം? ഏത് പുസ്തകത്തിൽ ഇത് പഠിപ്പിക്കാം? ഏത് മതത്തിൽ ഇത് പഠിപ്പിക്കാം? നമ്മൾ പരലോകത്ത് നിൽക്കുന്ന സ്വർഗമാണെന്നൊക്കെ ഇവിടെ കിടന്ന് പഠിച്ചിട്ട് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ കാരണത്തെ അറിയാൻ ശ്രമിക്കണം. ഇവിടെ കാരണ ദൈവമാണ്. അവിടെ എത്തിച്ചേരണമെങ്കിൽ എന്തു ചെയ്യണം? ഇവിടെ സാധകം ആവശ്യമാണ്. എങ്ങനെയുള്ള സാധകം? ഈ കണക്കിനെ തെറ്റിച്ചാൽ മാത്രമേ തലയിലെഴുത്തിനെ ജയിക്കാൻ പറ്റൂ. അവിടെയാണ് ജനന മരണ പിണിയായ തലയിലെഴുത്തിനെ തെറ്റിക്കണമെങ്കിൽ പ്രാണായാമം ചെയ്യണം. യാമം, മാറ്റം. എങ്ങനെയുള്ള മാറ്റം? ഇഹത്തിൽ നിന്ന് പരത്തിലേക്കുള്ള യാത്രയാണ് മാറ്റം. അപ്പോഴോ നമുക്ക് എടാ പിങ്ങല സുഷുമനയിലെ പ്രാണൻ ഒന്നാകും.
സൂര്യനും ചന്ദ്രനും തത്വമസി ഒന്നാകുമ്പോൾ നാം ഏക പരബ്രഹ്മമായി മാറും. ആ യാമം ചെയ്ത് സൂര്യനെയും ചന്ദ്രനെയും തെറ്റിക്കുമ്പോൾ ഉടൽ അഴിയാമൽ ഇരിപ്പതേ സമയം, ഇതിനകത്ത് സൂര്യനും ചന്ദ്രനും ഉണ്ടെങ്കിൽ മരിക്കും. അതാണ് അവർ ആദിയിൽ ലയിച്ചത്. അപ്പോൾ ആദിയിൽ ലയിക്കണം. അപ്പോൾ എന്തു ചെയ്യണം? എവിടെ നിന്ന് വന്നു അവിടത്തേക്കുള്ള യാത്രയാണ് സാധകം, ഇകത്തിൽ നിന്ന് പരലോകത്തെ. ഇവിടെയുള്ള എല്ലാ കർമ്മങ്ങളുടെ ഇടയിൽ നീ എന്നെ ഒരു നേരമെങ്കിൽ നോക്കാൻ കുണ്ടലിനി എല്ലാ ഗ്രന്ഥങ്ങൾ പറയുന്നു. നിന്റെ തായാണ്, നിന്റെ തള്ളയാണ്, ജഗത്തിൻ്റെ അധിപതിയാണ്. മക്കളെ, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ ഉത്തുപുരം വിളിക്കി. ഞാനും നിങ്ങളെ കൂടെ അകപ്പെട്ടിരിക്കുന്നു. ജഡീക ശരീരത്തിനകത്ത് ഇകത്തിൽ അകപ്പെട്ടു പോയി. എനിക്കിത്തിരി മോക്ഷം തരി. ആ മോക്ഷം ഉടലെടുത്തവരാണ് കുണ്ടലിനി ശക്തി. പിറവിയെടുത്ത് സിദ്ധന്മാർ ജനിപ്പിച്ചതും എൻ്റെ ഗുരുനാഥൻ ജനിപ്പിച്ചെടുത്തേയും ബാലപരമേശ്വരിയ എന്ന ബാല. അവർ സിദ്ധന്മാർ ഇട്ടിരിക്കുന്ന പേരാണ് ബാലപരമേശ്വരി. ഈ ബാലപരമേശ്വരിയെ കാണണമെങ്കിൽ സദ്ഗുരുവായ കാര്യഗുരു വേണം. അവിടെ കാരണഗുരു പ്രത്യക്ഷമാക്കും. കാരണഗുരുവായാൽ മോക്ഷമായി, മുക്തിയായി, മോചനമായി, മോക്ഷമായി, എല്ലാമായി. അതിന് ഞാൻ എല്ലാ വിഷയത്തിൽ നിന്ന് കുറേശ്ശെയാണ് എടുത്തിട്ടുള്ളത്. അപ്പം അങ്ങനെ യാമം ചെയ്യണം. അതിന് ഭൂമിയിൽ ഒരുപാട് ഗുരുക്കന്മാരിവിടെ ചെയ്യുന്നുണ്ട്. അപ്പം എങ്ങനെ ആയിരിക്കണം? ഈ ഭക്തിമാർഗം കൊണ്ട് മാത്രം നടക്കൂല. ഭക്തിമാർഗത്തിൽ നടക്കണമെങ്കിൽ സകലതും വെടിയണം. ഇപ്പോൾ ഇത്രയും കാര്യം പറഞ്ഞു വന്ന തുടക്കം മുതൽ ഇതുവരെ പറഞ്ഞു വന്നതിൻ്റെ ഒരൊറ്റ അർത്ഥത്തിൽ തീർക്കാം. ഇതിൻ്റെ പേരാണ് സന്യാസി എന്നാൽ സർവസംഘ പരിത്യാഗി. ഈ സർവസംഘങ്ങളെയാണ് പരിത്യാഗം ചെയ്യാനുള്ളത്. യോഗി എന്നാൽ ത്യാഗി. യോഗി എന്നാൽ പരമത്യാഗി. പരത്തിൽ ത്യാഗം ചെയ്യുന്നവനാണ് അവനാണ്. അതിലാണ് ആദ്യം പരോപകാരം നമ്മൾ ചെയ്യുന്നത്. അതാണ് പരോപകാരമേ. അതിൽ നിന്നാണ് പുണ്യം ഉണ്ടാകണം. ദൈവത്തിൽ നിന്ന് പുണ്യം ഉണ്ടാകണം. അതാണ് പരോപകാരമേ പുണ്യം. ആ പരത്തിനെ പീഡനം ചെയ്താൽ നരകം. അപ്പം ആ ബിന്ദുവിനെ ആവശ്യമില്ലാതെ അടിച്ച് സുഖമായ ബിന്ദു സുഖത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ നരക ജീവിതത്തിൽ ചെന്ന് വീഴണോ, നിനക്ക് സ്വർഗ ജീവിതത്തിൽ ചെന്ന് കയറണമോ എന്ന് വേണം. അതുകൊണ്ട് അവിടെ ആദ്യം പരോപകാരമേ, നീ നിന്റെ കുണ്ടലിനിക്ക് ഉപകാരം ചെയ്. പരോപകാരമേ പുണ്യം, പരപീഡനമേ നാശം. അപ്പോൾ നമ്മൾ ഡെയിലി നാശം വന്നുകൊണ്ടിരിക്കണമെന്ന്. ഇവിടെ എങ്ങനെയാണ് പരോപകാരം? ഇവിടെ പുണ്യം പഠിപ്പിക്കുന്നത്. ഈ പുണ്യം ചെയ്യുന്ന പരോപകാരം ഇവിടെ ചെയ്തിട്ടാണ് ലോകർക്ക് കടമേ ചെയ്യാൻ. എങ്കിൽ നീ ചെയ്യുന്ന ഓരോ കർമ്മത്തിലും ഗുരുവും കാര്യഗുരുവും കാരണഗുരുവും പഞ്ചഭൂതങ്ങളും സൃഷ്ടിയും സംഹാരവും എപ്പോഴും നിന്റെ എല്ലാ കർമ്മങ്ങളും പൂർത്തിയാക്കി തരും. അതുകൊണ്ടാണ് സിദ്ധന്മാർ അവരിൽ ജനിച്ചെഴുതിയ വേദങ്ങളാണ് ഈ വേദനൂലുകൾ. നേരത്തെ ഒരു ശ്ലോകം ഇതിൽ ഞാൻ പാടാമെന്ന് പറഞ്ഞ കാരണമെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഈ പറഞ്ഞുകൊണ്ടിരുന്ന വിട്ടുപോയി. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഈ പ്രാണായാമം എന്ന് പറയുന്ന വാശിയോഗമൊക്കെ പറയുന്നുവെങ്കിലും ഒരു ഗുരു ശിഷ്യനിൽ കൂടെ വന്ന് നിൽക്കുമ്പോൾ ഗുരുവിന് സത്യം ചെയ്താണ് ബ്രഹ്മവിദ്യ ഉപദേശിക്കുന്നത്. കാരണം എല്ലായിടത്തും അത് ഓടി അടിക്കാനുള്ളതല്ല. കാരണം ഇന്ന് 100 പേര് ഓടിച്ചെന്നാണ് ഒരു സാധകൻ വിദ്യ വാങ്ങും. ഇതിൽ ഏത് കൊള്ളാൻ നോക്കിയാൽ എല്ലാം ചെയ്യുവാണ്. അങ്ങനെയുള്ള കാലഘട്ടം. അതുകൊണ്ട് നേരത്തെ കണ്ടുകൊണ്ട് സിദ്ധന്മാർ എന്ത് ചെയ്തു? യഥാർത്ഥ സത്യവിദ്യ കൊടുത്താൽ ആരും ചെയ്യൂല. സിദ്ധന്മാർ അതുകൊണ്ട് എന്ത് ചെയ്ത് ഒരു ശ്ലോകം കൊടുത്തിട്ടാണ് ശിഷ്യന് വിദ്യ കൊടുക്കുന്നത്. അനൈവരിക്കുമോ ഉരക്ത പൊരുളല്ല ഇത്, എല്ലാവർക്കും ഉള്ളതല്ലെന്ന്. അനേവർക്കും ഉരക്ത പൊരുളല്ല, കിട്ടിയാൽ ധനം ഇതുതാൻ, ലോകത്തിലെ ഏറ്റവും വലിയ ധനം ഇതുതാൻ. இந்த പൊക്കിസത്തെ വെളിവിട്ടോറുകൾ തലതെറിച്ച് അണ്ടയിടി ചാരുന്താനെ. അതുകൊണ്ട് ബ്രഹ്മവിദ്യയെ ഒളിച്ചു കളഞ്ഞു. ബ്രഹ്മവിദ്യ സാക്ഷാൽ ബ്രഹ്മവിദ്യയെ ഒളിച്ചു കളഞ്ഞു. അനൈവരിക്കും ഉരക്ത പൊരുൾ താനല്ല, ഇത് മഹത്വത്തിനാൽ ഉള്ളതുമല്ല, പ്രശസ്തിയാക്കാനുള്ളതല്ല. മഹത്വത്തിനാൽ ഉള്ളതുമല്ല, ഇത് ധനം. ആ ധനത്തെ കാത്തിരുന്ന് നീ ചുമ്മാ ഇരുന്ന് എടുക്കുന്ന ധനം അത്ര സാധകം ചെയ്ത് അത്
സർവസംഘ പരിത്യാഗം ചെയ്ത് ഇതിനകത്തിരിക്കുന്ന സംഘങ്ങളെയെല്ലാം ഒരുപാട് പേര് പഞ്ചസൂത്രങ്ങളെല്ലാം പഞ്ചഭൂതങ്ങൾ സംഘം കൂടിയിരിക്കുന്ന അവരെയെല്ലാം യുദ്ധം ചെയ്ത് കടുപ്പിച്ച് അപ്പുറത്ത് നിന്ന് ഒരു പോരാളിയായി യുദ്ധ പോരാളിയായി അല്ലെങ്കിൽ അർജുനനായി അല്ലെങ്കിൽ ഒരു സിദ്ധ പോരാളിയായിട്ട് നിന്നുകൊണ്ട് സിദ്ധിച്ചെടുത്തുകൊണ്ട് അവരെയാണ് സിദ്ധന്മാരെന്ന് പറയുന്നത്. സിദ്ധിച്ചെടുത്തുകൊണ്ട് ആ പ്രാണായാഗം ചെയ്ത് നിന്റെ മരണത്തിൻ്റെ ജനനത്തിൻ്റെയും പിണിയെല്ലാം അറുത്ത് ആ മോൾ തെട്ട് കയറി ആനന്ദമായി അവിടെ ഇരുന്നു കൊണ്ട് സ്വർഗമെന്ന ലീലാവിലാസത്തിൽ ബ്രഹ്മത്തിനോടും ദൈവത്തിനോടും ചേർന്ന് അമ്മയും മക്കളുമായി അവിടെ ജാതി മതമില്ലാതെ ജീവിക്കുന്ന ഒരു സ്ഥലത്ത് ചെന്ന് ഇരുന്നു കൊണ്ട് കിട്ടുന്ന ഒരു വിദ്യയാണ് ബ്രഹ്മവിദ്യ. ആ വിദ്യ ഗുരു ശിഷ്യന് സത്യം ചെയ്താണ് അവസാനം പഠിപ്പിക്കുന്നത്. ആ അവസാനത്തെ ബ്രഹ്മവിദ്യ ഗുരു നിൽക്കുമെന്ന് കണ്ട് അങ്ങനെയാണ് 18 പേരും ഗുരുകുല സമ്പ്രദായം. ഇത് ഒരു ഇടവും കിട്ടുന്നതല്ല എന്നാണ് പറയുന്നത്. അത് കിട്ടുമോ ജ്ഞാനയോഗം കിടക്കുമോ ഗുരുവിൻ പാദം. ആ വിദ്യയ്ക്കുള്ള കിട്ടുമോ ജ്ഞാനയോഗം കിടക്കുമോ ഗുരുവിൻ പാദം. തട്ടുമോ പളങ്കിമേട് തന്നെ അറിയാർക്ക് നെഞ്ചേ ഉണ്ട്. അതുകൊണ്ട് അനേവരിക്കുമായി ഉരത്ത പൊരുളല്ല, ഇത് മഹത്വത്തിനാണ് ഉള്ളതുമല്ല, ഇത് പ്രശസ്തിയായി യൂട്യൂബിൽ കൂടിയിട്ട് പഠിപ്പിക്കാനുള്ള വിദ്യയല്ല. ഗുരു ശിഷ്യപ്പെട്ട് വന്നും കേട്ടും പഠിച്ചും എടുത്ത് പോകുമ്പോൾ ഗുരുവിൻ്റെ മനസ്സോടുകൂടി അവന് തുറന്നു കൊടുത്ത് അവനെ ഒരു അർജുനനാക്കാനുള്ള വിദ്യയാണിത്. അങ്ങനെ പഞ്ചമേടുകളെല്ലാം യുദ്ധം ചെയ്ത് പഞ്ചമേട അഭ്യാസങ്ങളെല്ലാം ചെയ്ത് സർവസംഘ പരിയാഗം ചെയ്യുന്ന വിദ്യയെ പറഞ്ഞു കൊടുക്കണം. അതാണ് കിട്ടുമോ ജ്ഞാനയോഗം. അങ്ങനെ ഒരു ഗുരുവിനെ കിട്ടൂല എന്ന്. അതാണ് യഥാർത്ഥ കാര്യഗുരു. ആ കാര്യഗുരുവിനെ കിട്ടാൻ പാട്. ഗുരു പിടികൊടുക്കൂല എന്നും. അങ്ങനെ ചാടി നിൽക്കും ഗുരു. ശിഷ്യന് കൊടുത്തും കൊണ്ടാടി ഇങ്ങനെ വന്ന് നിൽക്കും. ഇതിനിടയ്ക്ക് ഗുരു വേറെ ആശ്രമമൊക്കെ വെച്ച് 10,000 ശിഷ്യന്മാരെ വെച്ചിപ്പം ഗുരു കൊടുക്കാം. കാര്യഗുരു അവസാനം എല്ലാം കൂടുവിട്ട് പാഞ്ഞിരിക്കുമ്പോൾ ഒരു യാചകനായിട്ട് അവിടെ ചെന്ന് ഭിക്ഷക്കാരനായിട്ട് അവിടെ ഗുരുവിൻ്റെ ആലയത്തിൽ പോകുമ്പോൾ ശിഷ്യൻ പറയും, ഇതോ വന്ന ആളിൽ അങ്ങോട്ട് ദൂരോട്ട് പിടിച്ചുകൊണ്ടിരുത്തി ആഹാരം കൊടുക്കാൻ പറയും. അന്നത്തോടെ അവൻ്റെ വിദ്യയൊക്കെ പോയി. അതുകൊണ്ട് ആണ് കിട്ടുമോ ജ്ഞാനയോഗം കിടക്കുമോ ഗുരുവൻ പാദം തട്ടുമോ പളങ്കിമേട്. 13 കൊല്ലം എൻ്റെ ഗുരുവിൻ്റെ അടുത്ത് ചിന്നക്കണ്ണ് സിദ്ധരുടെ അടുത്ത് ഞാൻ ഗുരുഭക്തി, ഗുരു സേവ, ഗുരു അനുസരണയോട് കൂടി എന്ന് പഠിച്ചു. അവസാനം പരസ്പരം ഉടുക്കാൻ മുണ്ടുകളില്ല. ഗുരു 3 പ്രാവശ്യം കുളിക്കും. എനിക്ക് 4-5 മുണ്ട്. ഗുരുവിൻ്റെ മുണ്ടെല്ലാം പഴപ്പഴ കൊണ്ട് നനച്ചിടും. എനിക്ക് വെളിയിൽ പോകാൻ പറ്റാതാവും. എൻ്റെ മുണ്ടൊക്കെ പറക്കിയിട്ട് ഉടുക്കും. ഇവിടെ ഒടുവിൽ പെട്ടെന്ന് ഉണക്കി കൊടുക്കും. എപ്പോഴും പോയി വാങ്ങാൻ പൈസയില്ല. അങ്ങനെ വിദ്യ പഠിപ്പിച്ചാണ് നിങ്ങളെ മുമ്പ് വന്ന് ഇത്രയും അറിവോടുകൂടി അദ്ദേഹം തന്ന് നിങ്ങളുടെ മുമ്പ് ഇരിക്കാൻ കഴിഞ്ഞു. എന്നിട്ടും ആ ശ്ലോകത്തിൻ്റെ ബാക്കി തീരുന്നില്ല, ഇനിയുമുണ്ട് അത് തീരുന്നില്ല. അതുകൊണ്ടാണ് അനേവരിക്കുമായി ഉരത്ത പൊരുൾ താനല്ല, മഹത്വത്തിനാണ്, പ്രശസ്തിയാക്കാനുള്ളതുമല്ല. ഇന്ന് യൂട്യൂബിലൊക്കെ എല്ലാവരും ബ്രഹ്മയോഗം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രശസ്തിയാക്കാനുമില്ല. ഈ ദഹനം ലോകത്തിലെ ഏറ്റവും വലിയ ധനം ഇതാണ് സമ്പാദ്യം. ഈ വിദ്യയാണ് സമ്പാദ്യം. അവനവൻ്റെ ജീവസമ്പാദ്യം എന്ന് പറയുന്ന സമ്പാദ്യം. ഈ സമ്പാദ്യം കഴിഞ്ഞാണ് ജീവനുണ്ടെങ്കിലേ സമ്പാദ്യമുള്ളൂ. നമ്മൾ ഈ ജീവനെ പരലോകവും കൂടി വന്നാലേ പെട്ടെന്ന് മരണം സംഭവിച്ചാൽ നീ ഉണ്ടാക്കിയ കപ്പലെല്ലാം വെള്ളത്തിൽ നിൽക്കും. അപ്പോൾ ഞാൻ പറയുന്നു എനിക്ക് 2 കപ്പലുണ്ട്, അവിടെ നിൽക്കുന്നില്ല, ലോഡ് കയറ്റിക്കൊണ്ട് വരികയാണ് സാധനം. കപ്പൽ കരക്കടുക്കുമ്പോൾ അവനെ മെഡിക്കൽ കോളേജ് ആശുപത്രി കയറ്റി. അപ്പം ധനം ഇത് താൻ ഇന്ത പൊക്കിശത്തെ വെളിവിട്ടോറുകൾ തലതടിച്ചണ്ടാൻ. അപ്പോൾ എല്ലാവരും കപ്പൽ വാങ്ങാൻ പോകുന്നതിന് മുമ്പേ നമുക്ക് ആദ്യം ജീവനെ എന്തു ചെയ്യണം? ആ ധനത്തെ ഗുരുവിൽ നിന്ന് മനസ്സിലാക്കിയ ആ പരമരഹസ്യത്തെ മനസ്സിലാക്കിയെന്ന അതിൻ്റെ പേരാണ് ഉപാസന. അതിനെയാണ് വ്രതം. അതിന് എങ്ങനെയൊക്കെ വ്രതം നിൽക്കാം എന്നാണ് അടുത്ത ചോദ്യം വരുന്നത്. സ്വാമിജി, സകലതും ബ്രഹ്മമാണെന്ന് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ബ്രഹ്മം? അതായത് സകലതും ബ്രഹ്മമാണ്. ലോകം ബ്രഹ്മത്തിൻ്റെ സൃഷ്ടിയാണ്. അതായത് ജഗത്തിൻ്റെ അധിപതിയാണ് ബ്രഹ്മം, ജഗത്തിൻ്റെ ചക്രവർത്തി. ആ ജഗത്തിൻ്റെ ഈ ലോകമെന്ന ജഗത്തിൻ്റെ ചക്രവർത്തിയായിരിക്കുന്ന അധിപതിയാകുന്ന അതിൻ്റെ എല്ലാം
മഠാധിപതിയും കൂടിയാണ്. കാരണം ബാലപരമേശ്വരി അത് കുണ്ടലിനി, മനുഷ്യ ശരീരത്തിൽ അത് കുണ്ടലിനിയായി അമർന്നിരിക്കുന്നു. മനുഷ്യന് സാധകം ചെയ്ത് ആ സാധകത്തിൽ കൂടി അവൻ സകലതിനെയും സൃഷ്ടിച്ചിരിക്കുന്ന ആ ബ്രഹ്മമെന്ന കുണ്ടലിനെ ഒതുങ്ങി നമുക്ക് മനുഷ്യ ശരീരത്തിൽ 72,000 നാഡീ ഞരമ്പിനകത്തും ശ്വസിക്കുന്ന 24 മണിക്കൂറായിട്ടും നമുക്ക് വന്നടങ്ങിയിരിക്കുന്നു. അതാണ് ബ്രഹ്മം. അപ്പം ലോകമെല്ലാം സൃഷ്ടിച്ചിട്ട് ചലിക്കുന്ന ചക്രമായി കൊണ്ട് കടലിനെയും ഭൂമിയെയും ആകാശവും എല്ലാം ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെ നമ്മൾ കൈക്കുള്ളിലാക്കണമെങ്കിൽ നമ്മളിലിരിക്കുന്ന ബ്രഹ്മത്തിനെ ആദ്യം ആക്കിയാലേ അത് കാണാൻ പറ്റൂ. അത് എങ്ങനെയാണ് ജഗത്തിനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നറിയെങ്കിൽ നമ്മളെ ചലിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നാം അറിഞ്ഞാൽ മാത്രമേ ലോകമെന്ന ചലിക്കുന്ന ചക്രവർത്തിയെ കാണാൻ പറ്റൂ. അതുകൊണ്ടാണ് ദൈവം അരൂപി എന്ന് പറയുന്നത്, ഈശ്വരൻ അരൂപി എന്ന് പറയുന്നത്. ആ അരൂപിയായിട്ട് നിൽക്കുന്ന വസ്തുവിനെ നമുക്ക് കാണണമെങ്കിൽ നമ്മളെന്ത് ചെയ്യണം? നമുക്ക് നമ്മളെ കാണാൻ പറ്റിയില്ല ഇതുവരെ. നമ്മളെ കണ്ടു പൂർണ്ണമാകാത്തത് കൊണ്ടാണ് നമുക്ക് സകലതും ബ്രഹ്മം ആണെന്ന് സംശയം വരുന്നത്. നാം സകലതും ബ്രഹ്മമാണെന്ന് അറിയണമെങ്കിൽ നാം ആരാണെന്ന് ആദ്യം അറിയണം. നാം ആരാണെന്ന് ആദ്യം അറിഞ്ഞാൽ ശേഷമേ നമ്മളിൽ എങ്ങനെയാണ് ഈ സൃഷ്ടി നടത്തിയിരിക്കുന്ന വസ്തു, കുണ്ടലിനി എന്ന ബ്രഹ്മമെന്ന മൂർത്തി, ജഗത്തിൻ്റെ ആദിപരാശക്തി എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്ന ആ ജഗത്തിൻ്റെ വ്യക്തി മനുഷ്യ ശരീരത്തിന് അരൂപിയായിട്ട് നിൽക്കുന്നു. ഇവിടെ ശരീരത്തിനകത്ത് അരൂപിയായിട്ട് വായുക്കളാണ് നിൽക്കുന്നത്. അതായത് നേരത്തെ പറഞ്ഞു ശക്തിയും ശിവനും വായുക്കളായിട്ട് നിൽക്കുന്നു. അപ്പോൾ അരൂപിയായില്ലേ? അപ്പം വാസിയോഗത്തിനകത്തിരിക്കുന്ന അഗ്നി നാഡി, അഗ്നി വായു അരൂപിയായില്ലേ? അവിടെ ഒരു തീയായിട്ടല്ലേ നമുക്ക് ചൂടായിട്ടേ അനുഭവമുള്ളൂ. അതിനെ കണ്ണി കാണണ്ടേ? അപ്പം തന്നെത്താനെ അറിയാതെ അതിനെ കാണാൻ പറ്റില്ല. അപ്പം തന്നെത്താനെ അറിഞ്ഞു സാധകം ചെയ്യണം. അപ്പം ഈ സാധകം ചെയ്യുമ്പോൾ മാത്രമേ ആ തരംതിരിച്ച് ബ്രഹ്മമാണെന്ന് തരംതിരിച്ചറിയാൻ പറ്റൂ. അതിന് സാധകം ഗുരുവിൽ നിന്ന് വിദ്യകൾ വാങ്ങിച്ച് അഭ്യസിച്ച് പോകുമ്പോൾ എന്തെങ്കിലും കുറച്ച് ഭാഗങ്ങളെങ്കിലും ഈ ലോകത്തറിയാൻ കഴിയും. അങ്ങനെ എത്രയോ ഗുരുക്കന്മാരും കൂടെ രക്ഷപ്പെട്ടവരുണ്ട്. പെട്ടവരിൽ അറിയാമെന്നുള്ളവരൊക്കെ അറിയാമെന്നുള്ള മാർഗങ്ങളിൽ നിന്ന് നിർദ്ദേശിച്ച് കൊടുത്തുകൊണ്ടും ഇരിക്കുന്നുണ്ട്. അതും നമുക്കറിയാം. പിന്നെ ഞാൻ നേരത്തെ ശക്തമായിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരു സാധകൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മൾ വേഷം കെട്ടിയാൽ ആ വേഷത്തിന് അനുയോജ്യമായി കുറച്ചെങ്കിലും ചെയ്താൽ മാത്രമേ കിട്ടൂ എന്നുള്ളത് കൊണ്ടാണ് അത്രയും ശക്തമായിട്ട് പറഞ്ഞത്. ഇത് നമ്മൾ കടലിൽ വെള്ളം കിടന്ന് ലാന്തം പോലെ ലാന്തി ചെയ്ത അത് ഊറവെള്ളം പോലെ ആയിപ്പോവും. അങ്ങനെ ആവാതിരിക്കാനാണ്. അപ്പം ജഗത്തിൻ്റെ അധിപതിയായിട്ട് നിൽക്കുന്ന ചക്രവർത്തി ആദ്യം സൃഷ്ടിച്ചിരിക്കുന്ന തന്നെ ആകാശം ഭൂമി. ഇവിടെ ആകാശവും ഭൂമിയായിട്ട് എന്ത് നിൽക്കുന്നു? സൂര്യനും ചന്ദ്രനും നിൽക്കുന്നു. നമ്മളിലും സൂര്യനും ചന്ദ്രനും ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. നമ്മളിലും ഇടയും പിങ്ങലയായിട്ടിരിക്കുന്നു. പ്രപഞ്ചത്തിലോ രാത്രിയും പകലുമായിട്ടിരിക്കുന്നു. ആ രാത്രിയും പകലോ നമ്മളിലിരുന്ന പകൽ മറഞ്ഞപ്പോൾ ചന്ദ്രൻ ഉദയമായി. ഈ സൂര്യനെയും ചന്ദ്രനെയും ഒന്നാക്കുമ്പോൾ തത്വമസിയായി. അപ്പം സകലതും ബ്രഹ്മമായിട്ട് അറിയണമെങ്കിൽ ആദ്യം ഈ രണ്ടിനെയും ബ്രഹ്മം എങ്ങനെയാണെന്ന് നമുക്കറിയാൻ. അതാണ് ഇഹലോക ജീവിതവും പരലോക ജീവിതവും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ പറയുന്നത്. ഇഹലോക ജീവിതവും പരലോക ജീവിതവും എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകണം? സാധകം ചെയ്ത് രണ്ട് വസ്തുക്കളെയും ഒന്നായി നിൽക്കുന്ന അകത്തിരിക്കുന്ന അഹം ബ്രഹ്മാസ്മിയായിട്ട് ഇരിക്കുന്ന ആ ജീവനെ കുണ്ടലിനി ശക്തിയുടെ സാധക വഴിയിൽ കൂടി ജീവാത്മാവിനെയും പരമാത്മാവിനെ നിൽക്കുന്ന രണ്ട് അദ്വൈതമായി നിൽക്കുന്ന രണ്ട് വസ്തുക്കളെയും ഒന്നാക്കി ചേർക്കുമ്പോൾ നമ്മളിൽ ഈ ഇരിക്കുന്ന പഞ്ചഭൂതങ്ങളിലായിരിക്കുന്ന വെള്ളം, തീ, കാറ്റ്, വായു എല്ലാം കൂടി ലോകത്തും നിൽക്കുന്നു. ആ ലോകത്തിനെ കൊണ്ട് തന്നെ നമുക്കും അടക്കിയിരിക്കുന്നു. നമുക്ക് മനുഷ്യ ശരീരത്തിനകത്ത് കോശങ്ങളും സെല്ലുകളുമായിട്ട് ഈ ആന്തരിക പ്രവർത്തനങ്ങൾ നടക്കാൻ കണക്കാക്കി ദൈവം സൃഷ്ടി നടത്തി. ആഹാരങ്ങൾ കഴിക്കാനും അതിൻ്റെ പ്രക്രിയകൾ നടക്കാനും നവദോരങ്ങളിൽ കൂടി എല്ലാ ശ്രവണബുദ്ധിയും പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടി സകലതും തന്നിരിക്കുന്നു. അത് ലോകത്തും അതിൻ്റെ ക്രിയയായിട്ട് ചരിക്കുന്നു. അതിനെ അറിയണമെങ്കിൽ ഈ അറിയുന്ന വസ്തുക്കളെല്ലാം അറിയുമ്പോൾ അറിയാം. അപ്പോൾ ബ്രഹ്മത്തിന് 5 മക്കളുണ്ട്. ദൈവത്തിൻ്റെ 5 മക്കളാണ്. ആദ്യത്തെ 5 മക്കളാണ് കുണ്ടലിനി. ജഗത്തിൻ്റെ അധിപതിയുടെ 5 മക്കളാണ്. പറഞ്ഞാൽ നിങ്ങൾ ശരിക്കും പഞ്ചഭൂതങ്ങൾ. 5 മക്കളും ആരെന്ന് ചോദിച്ചാൽ
ശരീരത്തിൻ്റെ ജീവൻ്റെ കാവൽക്കാർ. ആ ജീവൻ്റെ പഞ്ചഭൂതങ്ങളുടെ പിടിവിടുമ്പോഴാണ് നമ്മൾ മരണത്തിനിരയാകുന്നത്. ഈ പഞ്ചഭൂതങ്ങൾ ശരീരത്തിൽ നിന്ന് ഐക്യപ്പെടുത്തി യുദ്ധം ചെയ്ത് ഒരു മോക്ഷസൂത്രത്തിലേക്ക് യുദ്ധം ചെയ്ത് സകലതും ബ്രഹ്മമാണെന്നറിഞ്ഞ് ഈ പഞ്ചഭൂതങ്ങളിൽ കൂടിയ കീഴിലാണ് സകല ശരീരത്തിനെ സൃഷ്ടിച്ചിരിക്കുന്നതിൻ്റെ. ഈ പഞ്ചഭൂതങ്ങളുടെ കീഴിലാണ് സകല കോശങ്ങളും സെല്ലുകളും നാഡികളും ഞരമ്പുകളുടെയും സൃഷ്ടിയുടെ വികാരം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെല്ലാം കൊണ്ടുവന്ന് ഏറി കെട്ടിയിരിക്കുന്നത് കുണ്ടലിനിയിലാണ്. അപ്പോൾ കുണ്ടലിനി ഏതിൽ കുറവ് വരൂ, കുണ്ടലിനിക്ക് ക്ഷീണം വയ്ക്കും. കുണ്ടലിനിക്ക് ക്ഷീണം വയ്ക്കുമ്പോൾ ആ കുണ്ടലിനി ഇരിക്കുന്ന ഇരിപ്പിടങ്ങളെല്ലാം രോഗം വരും. ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ അതിൽ വണ്ടി ഇടിയോ തട്ടോ മുട്ടോ വന്നാൽ അതിന് ചികിത്സ നടക്കും. കുറച്ച് ദിവസം കഴിയുമ്പോൾ കുണ്ടലിനിയും പോയി. കുണ്ടലിനി നിലച്ചു പോയാൽ പഞ്ചഭൂതങ്ങൾ ശരീരത്തിലിരിക്കുന്ന 5 നിലച്ചു പോകും. 5 നിലയ്ക്കുന്ന മുമ്പ് എന്ത് ചെയ്യണം? പഞ്ചഭൂതങ്ങളെ ഉണർത്തി തപസ് ചെയ്യണം. ഈ പഞ്ചഭൂതങ്ങളെ ഉണർത്തി തപസ് ചെയ്യണമെന്ന് പറയാൻ കാരണം പഞ്ചഭൂതങ്ങൾ ഐവേരും ജീവൻ്റെ കാവൽക്കാരാണ്. അവരാണ് ജീവനെ കുണ്ടലിനെ കാത്തുകൊണ്ടിരിക്കുന്ന അടച്ചിരിക്കുന്ന 5 വീടുകൾ അതിനകത്തുണ്ട്. പഞ്ചഭൂതങ്ങൾ ഐവേരെന്ന് പറയും. ഈ ഐവേരാണ് ലോകത്തും സകലതിനെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. കടലിനെയും ഭൂമിയും ആകാശത്തേനെയെല്ലാം അതിനെ വകതിരിച്ച് അതിൻ്റെ സമർത്ഥത്തിലാണ് നമ്മളെ പ്രാണവായു അപാനവായുവും പ്രവർത്തിക്കുന്നത്. അതായത് ഭൂഗുരുത്വം നമ്മളിലിരിക്കുന്ന ഭൂഗുരുത്വം അല്പം തെറ്റിയാൽ, പ്രാണൻ്റെ അപാനൻ്റെയും ഭൂഗുരുത്വം അല്പം തെറ്റിയാൽ കുണ്ടലിനിക്കും താളം തെറ്റും. ആകാശത്തിലും ഭൂമിയുടെ മർത്തനം മുകളിലോട്ട് ചെല്ലുമ്പോൾ ആകാശത്തിൻ്റെ മർത്തനം ഇങ്ങോട്ട് നിർത്തും. അതുകൊണ്ടാണ് അങ്ങോട്ട് ഗമനിക്കുമ്പോൾ രണ്ടിനെയും സൃഷ്ടി. അതുപോലെ തന്നെ നമ്മളെ പ്രാണനെ അപാനം നിങ്ങൾ ആലോചിച്ച് നോക്കണം. ആ ഭൂഗുരുത്വം നമ്മളിൽ കറക്റ്റാക്കി ഈ ഭൂഗുരുത്വത്തിനെ തെറ്റിച്ച് മോക്ഷരാജ്യത്തിലെത്തുമ്പോൾ മോചനവുമായി മുക്തിയുമായി. അപ്പോൾ പഞ്ചഭൂതങ്ങൾ നമ്മളെ കൂടുവിട്ട് പോകാതെയും സൂക്ഷിക്കണം. എന്നാൽ പഞ്ചഭൂതങ്ങളെല്ലാം ഒന്നാകുകയും വേണം. അവസാനം എല്ലാം കൂടി അടക്കി ഒന്നാകുന്നതാണ് ഏക പരബ്രഹ്മ, ഏക ദൈവം. ആ ദൈവത്തിനെ സിദ്ധന്മാർ സാധകം ചെയ്യുന്നെങ്കിൽ നിങ്ങൾ സൃഷ്ടിച്ചെടുത്ത ദൈവമാണ്. അത് നിങ്ങളെ സ്വന്തം വകയാണ്. അത് വേറെ ഒരാളിന് സ്വന്തമല്ല. ഓരോ സിദ്ധന്മാരും അതാണ് പറയുന്നത്. ഇത് ഞാൻ എടുത്ത അമ്മയാണ് കുണ്ടലിനി. എല്ലാവരും ആ അമ്മയെ സൃഷ്ടിച്ചെടുക്കണമെങ്കിൽ അത് അതിൻ്റേതായ ഗുരു വന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ഓരോരുത്തർക്കും ഈ ലൗകികത്തിൽ നിൽക്കുന്ന കുണ്ടലിനിയെ മാറ്റി അപ്പുറത്ത് ഇഹത്തിൽ നിന്ന് ഇഹലോക ജീവിതവും നയിച്ചു പരലോക ജീവിതവും നയിച്ചവരാണ് സിദ്ധന്മാർ. പരലോകവും ഇഹലോകവും കൂടി ഒന്നിച്ചിരിക്കുന്നതാണ് ഒരു ശരീരം. ആ ശരീരത്തിന് ഒന്നിച്ചിരിക്കുന്ന ഇഹലോകത്തും ചിന്ത വെച്ച് പരലോകത്തും നിയന്ത്രിച്ച് പോകണമെങ്കിൽ പരിത്യാഗം ശരിക്കുണ്ട്. സർവസംഘ പരിത്യാഗം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഭൂമിയിൽ നിന്ന് അത്രയും ത്യാഗം ചെയ്തൊരു വിദ്യയെ പൂർണ്ണമാക്കാൻ പറ്റൂ. അല്ലെങ്കിൽ സകലതും വെടിഞ്ഞിട്ട് വന്നിരുന്ന് ചെയ്യണം. സകലതും വെടിഞ്ഞിട്ട് വന്നിരുന്ന് ചെയ്താലും വിദ്യയും അറിയണം. വിദ്യയും ന്യായമായിട്ട് ആവശ്യമാണ്. വിദ്യ ഇല്ലാതെ പോകാൻ പറ്റില്ല. വിദ്യ ഇല്ലാതെ പോകണമെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും തലയിലെഴുതി സൃഷ്ടിച്ച് വരണം. അങ്ങനെ ഒരുപാട് സിദ്ധന്മാർ കുറച്ച് ചെയ്ത് പെട്ടെന്ന് മോക്ഷമായിട്ട് പോയി. അപ്പം അത് അകത്തുനിന്ന് സൃഷ്ടി നടത്തി ഏകദേശം പൂർണ്ണമാക്കി വിടുന്നതാണ്. അതൊക്കെ അവിടെ നിശ്ചയിക്കുന്നതാണ്. അപ്പം ദൈവം നിശ്ചയിക്കുന്ന കർമ്മമേ നടക്കൂ. മനുഷ്യനൊരു പരിധികളുണ്ടെന്ന് പറയാൻ ലൗകികമായിരിക്കുന്ന ശരീരമാകുന്ന പോഷിപ്പിക്കുന്ന ഈ ശരീരത്തിനകത്ത് മനുഷ്യനൊരു പരിധിക്കപ്പുറം ഒന്നും ചെയ്യാൻ പറ്റില്ല. യുഗത്തിലും പരവും ഒന്നാക്കിയ ഒരു മനുഷ്യൻ ചെയ്യുന്നതും സാധാരണ ഒരു മനുഷ്യൻ ചെയ്യുന്നതും രണ്ടാണ്. അപ്പം യുഗത്തിലും പരത്തിനെയും ജയിച്ചു പോകുക എന്ന് പറയുന്നതും ബുദ്ധിമുട്ട്. അപ്പോൾ ആ ജയത്തിൻ്റെ യുദ്ധമേടുകൾ കടക്കണമെങ്കിൽ, ആ യുദ്ധം ചെയ്ത് ജയിക്കണമെങ്കിൽ, മനേന്ദ്രിയ യുദ്ധം അല്ലെങ്കിൽ മനോന്മണിയെ പൂർത്തിയാക്കി കാണണമെങ്കിൽ, അല്ലെങ്കിൽ ആദിപരാശക്തിയായിട്ട് കാണണമെങ്കിൽ, അല്ലെങ്കിൽ ബാലപരമേശ്വരിയായിട്ട് കാണണമെങ്കിൽ, അല്ലെങ്കിൽ കുണ്ടലിനിയാകുന്ന അമ്മയെ കാണണമെങ്കിൽ, അല്ലെങ്കിൽ അരൂപിയായിരിക്കുന്ന ദൈവത്തെ നമുക്ക് കാണണമെങ്കിൽ നാം നമ്മളെ കാണണം. എന്തുകൊണ്ട് നമ്മളെ കണ്ണ് ലോകം മൊത്തം കാണാം, ഈ മനുഷ്യനെ എല്ലാവരെയും കാണാം. ഈ കണ്ണിരിക്കുന്ന ചുറ്റുപാട് എന്തുകൊണ്ട് നമുക്ക് നമ്മളെ കണ്ടുകൂടാ? പറയാമോ? ഒരു ചോദ്യമാണ്, അപാരമായ ചോദ്യമാണ്, ചെറിയ ചോദ്യമൊന്നുമില്ല. എന്തുകൊണ്ട് അദ്ദേഹത്തിനെ കാണാൻ ഈ ലോകം മൊത്തം എല്ലാം നമുക്ക് കാണാം? നമ്മളെ മുഖങ്ങൾ നോക്കാൻ ഈ കണ്ണ് രണ്ടും അടുത്തിരുന്നിട്ടും നമുക്ക് നെറ്റി കാണാൻ പറ്റുന്നില്ല.
ഈ താടി ഒന്നും കാണില്ല, ഒരു രൂപമേ കാണാൻ പറ്റുന്നുള്ളൂ. അതും എന്തുകൊണ്ട്? ഈ ശരീരം ദൈവം മനുഷ്യൻ സൃഷ്ടിച്ചതല്ല എന്ന് തെളിയിച്ചു കൊടുക്കുന്നതാണ്. അച്ഛനും അമ്മയും ഒരു നിമിത്തവും കാരണമാണെന്ന് അവിടെ തെളിയിക്കുകയാണ്. അതുകൊണ്ട് എന്തുകൊണ്ട് നമുക്ക് മുഖം കാണാൻ പറ്റുന്നില്ല? ഇത്രയും കണ്ണിരുന്നും കൊണ്ട് ഈ ലോകത്തുനിന്ന് നോക്കിയാൽ ഒരു രാജ്യത്ത് പട്ടാളക്കാർക്കാണ് യുദ്ധം ചെയ്ത് ഈ കണ്ണുകൊണ്ട് മറു ശത്രുവിനെ വരെ നോക്കി യുദ്ധം ചെയ്യാൻ കഴിയും. നമ്മളെ മുഖം ചുറ്റുപാടും കാണാൻ കഴിയില്ല, ഇത്രയും കുറ ദൈവം വച്ച്. നമ്മളെ പുറവശവും കാണാൻ പറ്റുന്നില്ല, നമ്മളെ മുൻവശം മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. അതും കഴുത്ത ഈ മാരും ശരിക്ക് കാണാൻ പറ്റില്ല, കുനിഞ്ഞു നോക്കി നല്ല കുനിയണം കിടന്ന് ഒന്നും കുനിയാൻ പറ്റില്ല. തോള ഒരു വശം തിരിയാൻ പറ്റും. നമ്മളാണ് ഒരു കൈയില്ലാത്തവനാണ്, ഒരു വിരലില്ലാത്തവൻ ആക്ഷേപിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് അതൊന്നും അങ്ങനെയൊന്നും പാടില്ല എന്നാണ് ദൈവം പറയുന്നത്. ഇവിടെ ഇത്രയും വച്ചിരിക്കുന്ന എന്ത് ചെയ്യണം? ഇവിടെയെല്ലാം ദൈവം വാസം ചെയ്യുന്ന സ്ഥലം, അവിടെ ദൈവത്തിനെ കാണണം. അവിടെ ദൈവത്തിനെ കാണാൻ നമ്മളെ കണ്ണുകൊണ്ട് നോക്കേണ്ട സ്ഥലങ്ങളും അവിടെ ഉണ്ട്, അവിടെ പോയിന്റുകളുണ്ട്, അവിടെ അഭ്യാസം ചെയ്യേണ്ട ഇടം. അവിടെ ചെയ്താലേ നമുക്ക് തിരിച്ചൊരു കണ്ണാടി അവിടെ പ്രത്യക്ഷപ്പെടും. ആ കണ്ണാടിയിലാണ് സിദ്ധന്മാരെല്ലാം മുഖം നോക്കിയത്. അതാണ് നമ്മൾ ആദ്യം ചെയ്യാനുള്ളത്. അതിനു വേണ്ടിയാണ് നമുക്ക്. അതുകൊണ്ട് ജഡീക ശരീരത്തിൽ നോക്കണമെങ്കിൽ കണ്ണാടി വേണം. എൻ്റെ ഗുരു കണ്ണാടിയില്ലാതെ മുഖം നോക്കും, മുഖം നോക്കി തല കോതും, ചീപ്പ് കൊണ്ട് കോതും, ഇതെല്ലാം അപ്പോഴും പറയും എപ്പോഴെങ്കിലും നിനക്കത് കാണാൻ കഴിയും. അങ്ങനെ അതിൻ്റേതായ ക്ലാസ്സും ശക്തമായിട്ട് തന്നു. അത് യോഗം കൊടുക്കുന്ന ശിഷ്യന്മാർക്ക് ഉപദേശിക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ തൊട്ട് വെച്ചത് ഇഞ്ചി കറി വയ്ക്കും പോലെ. അപ്പോൾ നമ്മളെ ചുറ്റുപാടൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. കണ്ടു കഴിഞ്ഞാൽ യോഗമില്ല, അവൻ യോഗം ചെയ്യണ്ട. അവിടെ അത്രയും പൂർണ്ണമായി കണ്ടാൽ പിന്നെ അവൻ യോഗിയായില്ലേ, ശരിയല്ലേ? അതുകൊണ്ട് വിത്തുപൂരം ഇട്ടത് അപ്പോൾ അവിടെയൊക്കെ മായ കൊണ്ട് മൂടിയിരിക്കുന്നു. അവിടെയൊക്കെ അപാരമായ പഞ്ചേന്ദ്രിയങ്ങളുടെ ഇരിപ്പിടങ്ങളാണ്. പഞ്ചേന്ദ്രിയങ്ങളെ ശരിക്കും അവിടെ ഇട്ട് അടിച്ച് തൊലച്ച് അവിടെ കിടന്ന് യുദ്ധം ചെയ്ത് ഭാര്യയൊക്കെ വലിച്ച് മലയൊക്കെ അടിച്ച് പൊളിച്ചതുപോലെ ഈ മരുന്നിരിക്കുന്ന തലയിലിരിക്കുന്ന അമൃതയിരിക്കുന്ന മരുന്ന് വാഴും ഒരു പുതുമയെ കാണാം. ആ പുതുമ മരുന്തുവാ മലയിൽ നിന്നൊരു പുതുമയെ കണ്ട് തപസ് കണ്ടത്തിനും മുകളിലും കീഴിയും ചെയ്യണം. ഇഹലോകത്തിലും തപസ് ചെയ്യണം, പരലോകത്തിലും തപസ് ചെയ്തവരാണ് അവർ. ഇഹത്തിലും പരത്തിലും തപസ് എങ്ങനെ ചെയ്യണമെന്ന് നിയമങ്ങളുണ്ട്. ഇഹം എന്ന് പറഞ്ഞാൽ ഭൗതികമാകുന്ന സ്ഥൂല ശരീരം, അതിനകത്തും സാധകം ചെയ്തു കൊടുക്കണം. കാരണം അല്ലെങ്കിൽ സ്ഥൂലത്തിന് ജയിച്ചു പോകാൻ പാടും. സ്ഥൂലം പിടിവിടൂല. സ്ഥൂലത്തോടു കൂടി ചേർത്താണ് ആധാരങ്ങളെയും ബന്ധിച്ചിരിക്കുന്നത്. എങ്കിലേ കതവുകൾ തുറന്ന് കയറാൻ പറ്റൂ. അങ്ങനെ 24 മണിക്കൂറിൽ ചില സമയങ്ങൾ ഈ ബ്രഹ്മകഥകൾ തുറക്കുന്ന സമയങ്ങളുണ്ട് ലോകത്ത്. ബ്രഹ്മലോകത്ത് തുറക്കുന്ന സമയത്തെ കൂടി ഗുരു ഉപദേശിക്കുമ്പോൾ ആ സമയത്തെ കൂടി യോഗങ്ങൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് കയറി അങ്ങ് ആ തുറക്കുന്ന സമയത്ത് അടയ്ക്കുന്ന സമയങ്ങളുണ്ട്. അതൊക്കെ യോഗ സാധകത്തിൽ പ്രധാനമായിട്ട് വേദങ്ങളിൽ പരമരഹസ്യമായിട്ട് പറയാറുണ്ട്. അപ്പോൾ ആ തുറക്കുന്ന ഇത്ര വിനാഴിയായ ഇത്ര സമയത്തിനകത്തൊക്കെ അത് തുറന്നിടുന്ന സമയത്ത് കയറിപ്പോകുന്നവരാണ് സിദ്ധന്മാരൊക്കെ എന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളതും എൻ്റെ ഗുരുവിൽ നിന്നും കേട്ടിട്ടുള്ളതും. അതാണ് നമുക്ക് ഒന്നുകൂടി ഒരു വിഷയം ദൂർബലം. നമുക്ക് എല്ലാവരെയും അവരുടെ മുഖം കാണാം, അവർക്ക് നമ്മളെ മുഖം കാണാം, നമുക്ക് നമ്മളെ മുഖം കാണാം. നമ്മളെ മുഖം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ദൈവത്തെയും കണ്ടു, തന്നെത്താനെ കണ്ടു. ഇതാണ് തന്നെത്താനെ അറിയേണ്ട വിദ്യ. അപ്പം ഇവിടെയാണ് സ്വാമി ഇരിക്കുന്ന തോപ്പ്. ഇതാണ് സ്വാമിത്തോപ്പ്. ഈ സ്വാമിത്തോപ്പിനെ നമ്മൾ എന്ത് ചെയ്യണം? പവിത്രമായി സൂക്ഷിക്കണം. പവിത്രമായി സൂക്ഷിച്ച് പവിത്രമായി ഈ സ്വാമിത്തോപ്പിൽ പൂജ ചെയ്യുമ്പോൾ നമുക്ക് മംഗളകരമായിട്ട് ഒരു ഉദയമുണ്ടാകും. ആ ഉദയത്തിന് എന്ത് ചെയ്യണം? ഇനി ഈ സാധകം ചെയ്യുന്ന ഒരാൾ എന്ത് ചെയ്യണം? ചില കർമ്മങ്ങൾ പാലിക്കണം, ചില ആഹാര നിയന്ത്രണങ്ങൾ പാലിക്കണം. സ്വാമിജി, ബ്രഹ്മവിദ്യ അഭ്യസിക്കുന്ന ഒരു സാധകൻ പാലിക്കേണ്ട നിഷ്ഠകൾ എന്തൊക്കെയാണെന്ന് പറയാമോ? അതായത് ബ്രഹ്മവിദ്യ അഭ്യസിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ഒരു കുഞ്ഞായാലും ഒരു മുതിർന്ന ആളായാലും ഒരു ഇടത്തട്ട് പ്രായമായാലും, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, 4 അവസ്ഥയിലാണ് നമ്മുടെ ശരീരം നിൽക്കുന്നത്. അത് ബാല്യത്തിലായാൽ അതിൻ്റെ രീതിക്ക് ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം. അപ്പം വാർദ്ധക്യം 4 വരുമ്പോൾ ഈ
വ്യക്തിക്ക്, അതായത് ആ മനുഷ്യന് 4 അവസ്ഥയാണ് വരുന്നത്. ഇപ്പം ബാല്യത്തിൽ വരുന്നത് യൗവനത്തിൽ വരില്ല, ഉണ്ടാവില്ല. യൗവനത്തിൽ വരുന്നത് കൗമാരത്തിൽ വരില്ല. കൗമാരത്തിൽ വരുമ്പോൾ മനസ്സിന് അതിൻ്റേതായ ചിന്ത. ബാല്യത്തിന് വരുമ്പോൾ ബാല്യത്തിൻ്റെ ചിന്ത, അത് കൗമാരത്തിന് വരുമ്പോൾ കൗമാരത്തിൻ്റെ ചിന്ത, വാർദ്ധക്യത്തിന് വരുമ്പോൾ പൂർണ്ണമായി നിലച്ചു വരുന്ന ചിന്ത. അപ്പോൾ ഈ 4 അവസ്ഥയിലും ഒരു യോഗി 4 അവസ്ഥ, കൊച്ചു പിള്ളേർ വരെ ഇന്ന് യോഗം ചെയ്യുന്ന കുട്ടികളുണ്ട് ചിലവർ. അപ്പം കൊച്ചു പിള്ളേർക്ക് അതിൻ്റേതായ ബാല്യമായി ചെയ്യേണ്ട വിദ്യകളും ബാല്യമായി കഴിക്കേണ്ട ആഹാരങ്ങളെ കുട്ടികൾക്ക് കൊടുക്കാവൂ. കാരണം പുള്ളി ബാല്യത്തിൽ നിന്ന് യൗവനത്തിൽ വരികയും വേണം. ഈ പഥ്യം അനുഷ്ഠിക്കുന്ന ആഹാരങ്ങൾ കൊണ്ട് കുട്ടിക്ക് ദോഷങ്ങളും വരരുത്. കുട്ടി ആഹാരമില്ലാതെ പോഷകവും ഇല്ലാതെ ന്യായമായിട്ട് കുഴഞ്ഞ് വീഴുകയും ചെയ്യരുത്. അടുത്ത് ബാല്യം, യൗവനം. അടുത്ത് ബാല്യം പൂർണ്ണമായി വന്നാലേ യൗവനം വരൂ. യൗവനം പൂർത്തിയാകണമെങ്കിൽ എന്ത് ചെയ്യണം? അതിൻ്റെ യൗവനത്തിൽ ആഗ്രഹിക്കുന്ന ഞരമ്പൊക്കെയുള്ള ആഹാരങ്ങൾ കൊടുക്കണം. അവനെ യോഗിയാക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ അച്ഛൻ ഈ വിഷയം നല്ലവണ്ണം അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ആ ഗുരു നല്ലവണ്ണം അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ഇടമധ്യത്തിൽ കുട്ടിക്ക് ആശാപാശങ്ങളുണ്ടായി അങ്ങ് പോകും. അല്ലെ അത് യൗവനം എന്ന് പറഞ്ഞാൽ 10, 16, 18 വയസ്സിനകത്ത് തൊട്ട് 36 വയസ്സ് വരെയാണ്. 36 വയസ്സിനകത്ത് യൗവനം പൂർണ്ണമാണ്. ഒരാളിൻ്റെ പൂർണ്ണ ചാട്ടവും ഓട്ടവും ബഹളവും മക്കളെ ജനിപ്പിക്കുന്നതും ആശയും പാശയും ശരീരത്തിൽ കഴിയുമ്പോൾ 38, 40 വയസ്സ്. ഇത് കഴിഞ്ഞപ്പോൾ അവനെ വാർദ്ധക്യം നേരുന്നു. പിന്നെ കമ്പൊക്കെ എടുക്കും. പിന്നെ അവൻ എങ്ങോട്ട്? ബാല്യത്തിൽ കുഞ്ഞിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കും. കാരണം അവിടെ വീഴുമ്പോൾ ഇവൻ വീണ്ടും പോയി ഒരു കുഞ്ഞായിട്ടിരിക്കുകയാണ്. അപ്പോൾ അന്ന് കുട്ടികളെ നമ്മൾ പിടിച്ചുകൊണ്ട് നടക്കും, അച്ഛനും അമ്മയും. ഒടുവിൽ കുട്ടികൾ അച്ഛനും അമ്മയും പിടിച്ചുകൊണ്ട് നടക്കും. അപ്പോൾ ആ അവസ്ഥയ്ക്ക് വരുന്നവരാണ് ഈ ലോകത്തുള്ളവർ. അവരാണ് ഈ സാധകങ്ങളും ഒക്കെ അഭ്യസിക്കാൻ വരുന്നത്. അപ്പോൾ ശരിക്കുള്ള സർവസംഘ പരിത്യാഗം ചെയ്യുന്ന ഒരു യോഗിയാണെങ്കിൽ, നമ്മൾ ഗുരു വിദ്യ കൊടുത്ത് ഒരു ഗുരുകുലത്തിൻ്റെ കീഴിൽ പഠിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ രീതിക്ക് 4 അവസ്ഥയും പറഞ്ഞ് മനസ്സിലാക്കിയാണ് സാധകം അഭ്യസിക്കുന്ന നിയമകാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ. അവർക്കും ആ പഞ്ചേന്ദ്രിയങ്ങളിൽ അവരെ ആഗ്രഹമുണ്ട്, കുട്ടികളും മക്കളും ജനിപ്പിക്കുന്നു. പിന്നെ ഇതിൽ ഒരു സാധകം ചെയ്യുന്ന ഒരു വ്യക്തി ശരിക്ക് പൂർണ്ണമായിട്ട് മത്സ്യമാംസാദികൾ മാറ്റിയിരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതായത് ഈ ബോധമനസ്സ് വീണ്ടും ഇവിടെ തന്നെ കിടക്കും. ബോധമനസ്സിനൊരു മാറ്റം ഉണ്ടാക്കാൻ ഇന്നത്തെ വിപ്ലവം നടക്കുന്ന ശരീരത്തിനകത്ത് ഒരു ഭയങ്കര വിഷയമാണ് മത്സ്യമാംസാദികൾ. അത് ഇന്നത്തെ കൊച്ചുകുട്ടിയെ കൊടുക്കുന്ന ഈ ഹോർമോൺ മുട്ടകളും ആഹാരങ്ങളും പുള്ളിയുടെ മനസ്സ് മാറ്റും. അത് 40 ദിവസം കൊണ്ടുള്ള കോഴിയുടെ ഒരു ഹോർമോൺ ഇഞ്ചക്ഷൻ വെച്ച മുട്ടയാണ് ഇന്ന് സ്കൂളിലൊക്കെ പോകുമ്പോൾ കൊടുക്കുന്നത്. അത് 40 ദിവസം കൊണ്ട് ഹോർമോണിൻ്റെ ഊർജം, ആ മുട്ടയുടെ ഊർജവും കോഴിയുടെ ഊർജം ഈ മനുഷ്യ ശരീരത്തിനകത്ത് 4 അവസ്ഥ, ബാല്യം, കൗമാര, യൗവനം, വാർദ്ധക്യം എന്നുള്ള 4 അവസ്ഥക്കാരും ഈ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഹോർമോൺ അത്രയും നമ്മളിൽ ഊർജ്ജമായിക്കൊണ്ടിരിക്കും. അപ്പം ഈ ബോധമനസ്സും അത് ആ വഴിക്ക് പോകും. മലക്കറികളിലെല്ലാം വളങ്ങൾ വരുന്നു, കൃത്രിമമായ വളങ്ങൾ വരുന്നു. അപ്പോൾ അതും അതിന് നമ്മളെ കാർന്നു നിന്നുകൊണ്ടിരിക്കും. അപ്പോൾ എന്തു ചെയ്യണം? നമ്മൾ ഒരു യോഗം ചെയ്ത് ഒരു സാധകൻ ശരിക്കുള്ള സാധകമാണെന്ന് തിരിച്ചറിഞ്ഞാൽ ചെയ്യാനുള്ള കുറച്ച് ശുദ്ധികൾ, അതിനെ പഞ്ചശുദ്ധി എന്നും ദശശുദ്ധി എന്നും പറയും. ആ 5 ശുദ്ധിയെങ്കിലും ന്യായമായിട്ട് കറക്റ്റ് ചെയ്ത് അറിയണം. ഒരാൾ അപാനശുദ്ധിയും കപാലശുദ്ധിയും യോഗി കറക്റ്റാണ് ചെയ്തിരിക്കണം. അപാനൻ മലമൂത്ര വിസർജനം കറക്റ്റ് ചെയ്തിരിക്കണം. യോഗത്തിന് തടസ്സമുണ്ടാകും. അല്ലെങ്കിൽ ശരീരം ഉഷ്ണം എടുക്കും, ചൂടുണ്ടാക്കും. 2 മണിക്കൂർ ചെയ്യാനുള്ള ചൂട്, അമിതമായ മലപ്പിടുത്തങ്ങളൊക്കെ വന്നാൽ മോക്ഷം കറക്റ്റ് ചെയ്ത് പോയില്ല എങ്കിൽ കുണ്ടലിനിയെ ഉണർത്താൻ പറ്റില്ല, ചൂട് കയറി ഇരുന്നു പോകും. അപ്പോൾ അപാനശുദ്ധി 1. പിന്നെ കപാലശുദ്ധി. കപാലശുദ്ധി എന്ന് പറഞ്ഞാൽ കഫം തടസ്സപ്പെട്ടാൽ ശരിക്ക് കയറി യോഗം ചെയ്യണവർക്കെല്ലാം മണ്ടയിലെല്ലാം അടഞ്ഞു പോയാൽ മോക്ഷയന്ത്രങ്ങളൊന്നും തുറക്കാൻ പറ്റില്ല, കോശങ്ങളെല്ലാം വലയെ കൊണ്ട് ചുറ്റും. അപ്പോൾ അപാനശുദ്ധിയും കപാലശുദ്ധി ഇല്ലെങ്കിൽ അവന് ഏത് മുക്തി? പ്രധാനമായിട്ട് ഒരു വ്യക്തി അറിയേണ്ട 2 കാരണങ്ങളാണ്. അതാണ് എന്തുകൊണ്ട് ഞങ്ങൾ അഗസ്ത്യ നൂലുകളെയും അഗസ്ത്യനെയും സിദ്ധന്മാരെയും അവർ ജയിച്ച മാർഗങ്ങളിൽ, ഒരാൾ ജയിച്ച മാർഗങ്ങളുടെ വഴിയിലേ പോയാലേ നമുക്ക് ജയിക്കാൻ പറ്റും. എവിടെയെങ്കിലും ആരെങ്കിലും വിളിച്ചു പറയണേ എൻ്റെ പുറകെ നിന്ന് പോകാൻ പറ്റില്ല.
ഇവിടെ ആരാണ് ജയിച്ചിരിക്കുന്നോ നമുക്ക് നല്ല ക്ലാസ് കിട്ടും, നല്ല വിദ്യാഭ്യാസം കിട്ടും, അവിടെയല്ലേ അധ്യാപകന്മാരെ കുട്ടികളെ അടുത്തുണ്ടാക്കുന്നു. നമ്മളും അത് തന്നെ. ഞാൻ ചെയ്തത് അത് തന്നെ. ഞാൻ വൈദ്യശാസ്ത്രമല്ലേ കൊച്ചിലെ പഠിച്ചത്. അപ്പോൾ അഗസ്ത്യരൊക്കെ ഇത് ചെയ്തു. അവർ തപസ്സും പറയുന്നു, വൈദ്യത്തിലും പറയുന്നു. അപ്പോൾ എന്താണ് തപസ് അറിയാൻ വയ്യപ്പോഴാണ് ചിന്നക്കണ്ഠ സ്വാമിയെ കിട്ടുന്നത്. അദ്ദേഹമാണ് ഇകത്തിലും പരത്തിലുമുള്ള ജീവിത രീതി വിശദീകരിച്ച് 2 സബ്ജക്റ്റായിട്ട് എനിക്ക് മാറ്റുന്നത് ചിന്നക്കണ്ഠ സ്വാമി. ആ 2 സബ്ജക്റ്റായിട്ട് വന്നതുകൊണ്ടാണ് നിങ്ങൾ മുമ്പ് ഈ സബ്ജക്റ്റ് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിഞ്ഞത്. അപ്പോൾ ഞാൻ പഠിച്ചാൽ ഇനി നമുക്കൊരു സമയത്തിന് കുറച്ച് ദിവസം കഴിയിട്ട് നമുക്ക് വൈദ്യത്തെക്കുറിച്ച് ലഘൂകരിച്ചൊന്നു. ആരെയും കുറ്റം പറയണ്ട. എന്താണ് വൈദ്യം തന്നെ? ഒരു പാരമ്പര്യ വൈദ്യം എന്ന നിലയ്ക്ക് നമുക്കൊരു ദിവസം ഒരു വിഷയം കൊള്ളാം. എല്ലാവർക്കും ഒരു അറിവുണ്ടാവും. അവർ സൂക്ഷിക്കേണ്ട കടമകളും ദിനചര്യ എന്തൊക്കെ ചെയ്യണം. അപ്പം അപാനശുദ്ധിയും കപാലശുദ്ധിയായി. അപ്പോൾ കപാലശുദ്ധി ചെയ്യുമ്പോൾ മനസ്സിന് ശുദ്ധമായി. അപ്പോൾ ആകാശവും ഭൂമിയാകുന്ന 2 തട്ടുകൾ ക്ലിയറാവും. അപ്പോൾ എന്നും സാധകം ചെയ്യാൻ ഇവൻ നിശ്ചയിക്കുന്ന സമയത്ത് പഞ്ചേന്ദ്രിയങ്ങളിൽ 2 കർമ്മങ്ങൾ പൂർത്തിയായി. പഞ്ചഭൂതങ്ങൾ 2 പേരും രാവിലെ വൈകുന്നേരം ഉണരും കറക്റ്റാണ്. സൂര്യനും ചന്ദ്രനും അപാനശുദ്ധിയും കപാലശുദ്ധിയും കറക്റ്റാവും. നമുക്ക് കഫ ഇല്ലാന്ന് വിചാരിക്കേണ്ട. കഫകോശങ്ങളെയൊക്കെ നീക്കുമ്പോൾ എന്ത് ചെയ്യും? ശുദ്ധമായ നല്ലൊരു മനസ്സിൻ്റെ ഉടമയായി മാറും. നമുക്ക് 3 ദിവസം മലം പോയില്ല, അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്, മനസ്സിന് അസ്വസ്ഥതയുണ്ട്, ശരിക്കിരുന്ന് യോഗം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പത്മാസനമൊക്കെ ഇട്ടിരുന്ന് യോഗങ്ങൾ ചെയ്യുന്നു. അവർക്ക് കൂടുതൽ മലപ്പിടുത്തവും കൂടി വന്നാൽ പിന്നെ അരിസസ് മൂലമുളയൊക്കെയാണ്. അപ്പോൾ ഈ അരിസസ് മൂലമല യോഗം ചെയ്യുമ്പോൾ കുണ്ടലിനി കൊണ്ട് ഇളവുമ്പോൾ ഇവിടുത്തെ കുണ്ടലിനി ഇളവുമ്പോൾ പിന്നെ അരിസസ് മൂലമലം. അതിന് യോഗി അപാനശുദ്ധിയും കപാലശുദ്ധിയും ചെയ്യാത്തവൻ ചെയ്തില്ല എങ്കിൽ യോഗം പൂർണ്ണമല്ല, പ്രാണൻ തടയപ്പെടും. ഈ പ്രാണൻ തുറന്ന് ബ്രഹ്മയന്ത്രത്തിൽ എത്താനാണ് എന്ത് ചെയ്യുന്നത്? ശരീരശുദ്ധികളിൽ 2 പ്രധാനപ്പെട്ട ശുദ്ധിയാണ്. ഈ 2 ശുദ്ധി കറക്റ്റായാൽ സൂര്യനും ചന്ദ്രനും നമുക്ക് ശരിക്കും ഓടുകയുള്ളൂ. യോഗത്തിന് നമ്മളെ അവർ സഹായിക്കും. അല്ലെങ്കിൽ ഓരോ ദിവസവും അവർ നെരുങ്ങിക്കൊണ്ടിരിക്കും, മരണത്തെ നെരുക്കും. പഞ്ചഭൂതങ്ങളുടെ സഞ്ചാരപാതകളെല്ലാം അടയും. യോഗം വഴിതെറ്റിയുള്ള യോഗവും കൂടിയാകുമ്പോൾ പെട്ടെന്ന് അങ്ങ് സമാധിയാവും. യോഗം ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു സമാധി ദൈവം കൊടുക്കും. അതാണ് ഈ സാധാ സമാധികൾ. മറ്റു സമാധികളെ കുറിച്ച് നമുക്ക് പറയണ്ട. നമുക്കതിന് ഇനിയൊരു വിഷയമുണ്ട്. അത് സമാധി എന്നൊക്കെ പറയുമ്പോൾ സാധാരണ അല്ല വിഷയം. അതൊക്കെ നമുക്ക് എടുക്കാം, ഇനിയുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വരും. അപ്പോൾ അപാനശുദ്ധി. പിന്നെ വരുന്നത് എന്തെന്ന് പറഞ്ഞാൽ രേചക പൂരക കുപ്പകശുദ്ധി. പ്രാണശുദ്ധി അപാനശുദ്ധി ചെയ്യുമ്പോൾ ഈ പ്രാണനും അപാനും ചെയ്യുന്ന യോഗമാർഗം, ആ യോഗമാർഗം കൂടിയാകുമ്പോൾ 5 ശുദ്ധിയായി. യോഗ കറക്റ്റ് ചെയ്തുകൂടി വരുമ്പോൾ അവൻ ഒന്നുമില്ലെങ്കിലും ശരീരത്തിൻ്റെ കുറച്ചറിവ് അവനായി കഴിയും. അപ്പം നമ്മൾ എത്തേണ്ട സ്ഥലത്തോടി എത്താം. നമ്മൾ പറഞ്ഞു തീർന്നു, ഇത് കുറേ ചുറ്റമ്പലമാണ്, ഇത് കുറേ വണ്ടി ഓട്ടമുണ്ട്. അപ്പം നമ്മൾ ബോധമനസ്സിനെ കൊണ്ട് വണ്ടി ശരിക്കും ഓട്ടിച്ച് മനേന്ദ്രിയ യുദ്ധം ചെയ്ത് ഇത് കറങ്ങി കയറി കുറേ പർവ്വതങ്ങളും കുന്നുകളും കുഴികളും എല്ലാം കയറി ഇറങ്ങിയാണ് എവിടെ ഇരിക്കുന്നത്? മൃതസഞ്ജീവിനി ഇരിക്കുന്ന അമൃതത്തിൽ പോണത്. അപ്പോൾ എന്തു ചെയ്യും? കഫങ്ങൾ കൊണ്ട് നിറയുമ്പോൾ ബ്രഹ്മയന്ത്രമാകുന്ന ഉച്ചി അടഞ്ഞടഞ്ഞടഞ്ഞ് നെരുങ്ങും. അവിടെയെല്ലാം കോർ കൊണ്ട് അടഞ്ഞ് അവിടെ നിന്ന് സിദ്ധന്മാർക്ക് അമൃതം ഊർന്ന സ്ഥലമെല്ലാം അടഞ്ഞ് രോഗം കൊണ്ട് അടയാതിരിക്കാനാണ് അപാനശുദ്ധിയും കപാലശുദ്ധിയും വച്ചിരിക്കുന്നത്. ഈ 5 ശുദ്ധി. പിന്നെ വരുന്നതെല്ലാം യോഗമാർഗത്തിൽ വരുന്ന മറ്റ് കുറച്ച് ശുദ്ധികൾ. പിന്നെ ഈ അപാനശുദ്ധിയും കപാലശുദ്ധിയും എന്തുകൊണ്ടാണ് പെട്ടെന്ന് മലങ്ങളിറുന്ന? യോഗം ചെയ്യുന്ന വ്യക്തികൾ ഉപ്പ് നിയന്ത്രണം വയ്ക്കണം, പുളി നിയന്ത്രണം വയ്ക്കണം. ഉപ്പിലും പുളിയിലും ഉപ്പിന് ശരീരത്തെ ദുഷിപ്പിക്കും, സ്ഥൂലത്തിനെ നശിപ്പിക്കും. പുളിയോ കഫം കൊണ്ട് കോശങ്ങളടയും. പഞ്ചസാര, ശ്ലേഷ്മം, പഞ്ചസാര, ഇത് 3ലും കുറേശ്ശ അളവിൽ കുറച്ചു കൊടുക്കണം. എന്നാൽ എല്ലാം വർജിക്കരുത്. എല്ലാം വർജിച്ചാൽ ക്ഷീണം ഉണ്ടാവും. ഉപ്പ് കുറയുമ്പോൾ കുറയും, പഞ്ചാര കുറഞ്ഞാൽ കുറയും. കുറേശ്ശെ സാധകവും കൂടി ജയിച്ച് ഈ ശുദ്ധികളെല്ലാം ഓരോ ശുദ്ധികളും പറഞ്ഞ് മനസ്സിലാക്കി. അപ്പോൾ 5ഉം 3 8 ശുദ്ധികൾ ഇവിടെയായി. ഈ 8 ശുദ്ധികളും ഇവൻ ചെയ്യണ യോഗ പ്രാണവിദ്യയ്ക്ക് തടസ്സം വരും. ഈ ഉപ്പ്, പുളി, പഞ്ചസാര, ഇത് 3ഉം ഒടുവിൽ ഇവന് ഭക്ഷിക്കാൻ പാടില്ല. സർവസംഗ പരിത്യാഗം വരുമ്പോൾ ഇതെല്ലാം ഇവൻ കളയണം.
ഇകലോക ശരീരത്തിന് പുളിയും ഉപ്പും യോഗം ജയിക്കുന്നത് വരെ സകല പുളിയും ഉപ്പും ഇവന് ആവശ്യമാണ്. അത് ക്രമീകരിച്ച് കഴിക്കാം, അതിലൊരു കുഴപ്പവുമില്ല. അല്ലെങ്കിൽ കറങ്ങി വീഴും, യോഗം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അത് പോയിട്ട് ഈ ആഹാരങ്ങൾ നമ്മൾ വലിച്ചു വാരി വീർപ്പിച്ച് കഴിക്കരുത്. വിശപ്പിനനുസരിച്ച് യോഗി കൊടുക്കണം. അല്ലെങ്കിൽ ഇഹലോകത്തെ ശരീരങ്ങളെല്ലാം വീർത്തിരുന്നാൽ പരലോകത്ത് വായുവിന് കയറി നമ്മുടെ യോഗം പൂർത്തിയാക്കാൻ പറ്റില്ല. രാത്രി സകല വിശപ്പുണ്ടെങ്കിൽ സകല വിശപ്പിനുള്ള ആഹാരം കൊടുത്തിട്ടേ ശരീരത്തിൽ യോഗം ചെയ്യാവൂ. കാരണം 2 പഴമോ ഒരു ചായയോ വെള്ളം. കാരണം വിശന്നിരുന്ന് യോഗം ചെയ്താലും ഉറക്കം കൂടും. അവിടെ ഉറക്കം കുറയ്ക്കണമെങ്കിൽ നാഡീഞരമ്പുകളെ സാലം ഉണർത്തണം. അതിനും അറിവുണ്ടാവണം. എല്ലാം വർജിക്കണമെങ്കിൽ അതിന് സമയമുണ്ട്. സാധകം ചെയ്ത് വരുമ്പോൾ ഗുരു ഉപദേശം അനുസരിച്ച് അവൻ അതിനെ നോട്ടാക്കി അതിനെ കൊണ്ടുവന്ന് അവൻ പാലിക്കണമെങ്കിൽ കുറേ സമയങ്ങളെടുക്കും. ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത്, നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് പ്രാണവിദ്യ എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ചാണ്. ഇതിൻ്റെ 2ാം ഭാഗമാണ്. 1ാം ഭാഗം നമ്മളെല്ലാവരും കേട്ട് കഴിഞ്ഞു. അതിലും കൂടുതൽ ഡീപ്പായി ആണ് ഈ സബ്ജക്റ്റ് പൊയ്ക്കൊണ്ടിരുന്നത്. കാരണം അത്രത്തോളം ഗഹനമാണ് ആധ്യാത്മികത എന്ന് പറയുന്ന ആ ഒരു വലിയ സത്യം. നമ്മൾ സാധകർ ഉള്ളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ മാത്രമേ ആ ആധ്യാത്മികത എന്ന് പറയുന്ന ആ സബ്ജക്റ്റിനെ പറ്റി നമുക്ക് ആ ഒരു കടലാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. എല്ലാവരും പറയും, നമ്മൾ സാധകർ സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു എന്ന് പലപ്പോഴും ചോദിക്കുന്നുണ്ട്. ശരിക്കും നമ്മുടെ മുന്നേ പോയ ഋഷിമാരുടെ ത്യാഗമാണ് ഈ സമൂഹം ഇന്നും നിലനിൽക്കുന്നത്. ഓരോ സാധകർ സഞ്ചരിക്കുന്നതും അവരുടെ മുന്നേ പോയ ഋഷിമാർ കാണിച്ച മാർഗത്തിലൂടെയാണ്. ശരിക്കും ഒരു സാധകൻ ഒരു റിസർച്ച് വർക്ക് തന്നെയാണ് ചെയ്യുന്നത്. സമൂഹത്തിന് വേണ്ടിയാണ് ഓരോ സാധകനും ജീവിക്കുന്നത്. രവീന്ദ്രസ്വാമിയെ പോലുള്ള മഹത്തുക്കൾ ഈ ലോകത്ത് പ്രചരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതും അല്ലെങ്കിൽ അവരുടെ ത്യാഗവും അവരുടെ മുന്നേ പോയ ഗുരുക്കന്മാർ സമൂഹത്തിന് വേണ്ടി നൽകിയതാണ്. അതിനെയാണ് രവീന്ദ്രസ്വാമിയെ പോലുള്ള മഹത്തുക്കൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്, അവരുടെ ജീവിതത്തിലൂടെ പകർത്താൻ ശ്രമിക്കുന്നത്. ഇത്രയും നേരം നമ്മളോട് ഈ ഒരു സത്സംഗത്തിന് അവസരം നൽകിയ രവീന്ദ്രസ്വാമികൾക്ക് വീണ്ടും നന്ദി പറയുകയാണ്. രവീന്ദ്രസ്വാമികളുമായിട്ട് ഇതിനു മുന്നേ നടത്തിയ സത്സംഗങ്ങളുടെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. എല്ലാവരും അത് വീണ്ടും കാണുക. അതിൽ നിന്നും കുറേയേറെ സാധകർക്ക് ലഭിക്കാനുണ്ട്, തിരിച്ചറിവുകൾ ലഭിക്കാനുണ്ട്. ഇത്രയും നേരം നമ്മളോട് ഈ സത്സംഗത്തിന് അവസരം നൽകിയ സ്വാമികളുടെ പാദങ്ങളിൽ കോടി പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. സ്വാമിജി, നമ്മൾ സാധകരോട് ഒരു സന്ദേശം എന്നുള്ള രീതിയിൽ എനിക്ക് എന്താണ് പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ, മീറ്റ് മീ മെഡിറ്റേഷൻ സെൻറ്റർ ബാലരാമപുരത്തുനിന്ന് ഇത് 2ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ ഒരു അഭിമുഖം നടക്കുന്നത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഒരു ഭാഗം ഞാൻ ചെയ്തിരുന്നു. അതിൻ്റെ ഒരു ഭാഗം 2ാമത്തെ ഭാഗത്തിലേക്ക് കടന്നു വന്ന മീറ്റ് മീ മെഡിറ്റേഷൻ സെൻറ്ററിൻ്റെ മഠാധിപതിയും അദ്ദേഹത്തിൻ്റെ ശിഷ്യനാകുന്ന താങ്കളും ഇത്രയും നേരം എൻ്റെ കൂടെ കേട്ടുകൊണ്ടിരുന്നതും ഈ കേട്ടത് ആരെല്ലാം കേൾക്കുന്നോ എൻ്റെ ഗുരു ആകുന്ന ചിന്നക്കണ്ണ് സിദ്ധരുടെയും ബാലപരമേശ്വരിയുടെ അനുഗ്രഹത്താൽ ബാലപരമേശ്വരിയുടെ മക്കളാകുന്ന ലോകത്തിൻ്റെ സകല ഋഷിമാരുടെയും അനുഗ്രഹത്താലാണ് എന്നും അവരെയെല്ലാം ധ്യാനിച്ചു കൊണ്ടാണ് ഞാൻ യോഗത്തിന് കയറുന്നത്. എൻ്റെ ഗുരുവിൻ്റെ അനുഗ്രഹത്താൽ ഞാൻ ഗുരു എങ്ങനെയാണോ എനിക്ക് തന്നിരിക്കുന്ന ഭാഗങ്ങളിൽ നിന്ന് വിശദീകരിച്ചു. ചോദ്യോത്തരത്തിനകത്ത് കിട്ടിയ ഭാഗങ്ങൾ നിങ്ങൾക്കും നാളെ ഇത് ശ്രദ്ധിച്ച് ചെയ്ത് വളർന്ന് എല്ലാവരും അറിഞ്ഞവരെല്ലാം അദ്ദേഹം ഈ 2 പേരും കൂടി ഓടിയെത്തി പലയിടങ്ങളിൽ ചെന്ന് കിട്ടുന്ന സബ്ജക്റ്റുകളെ ഓരോ വിഷയങ്ങളാക്കി. ഇന്ന് പണ്ടത്തെ കാലങ്ങളെപ്പോലെയല്ല ഇന്നത്തെ കാലം. വീട്ടിൽ ഇരുന്ന എല്ലാം കാണേണ്ട കാര്യങ്ങളുണ്ട്. അന്നൊരു ബുക്ക് മാത്രം പഠിച്ചാൽ മതി. അത് നിമിഷം നമ്മളെ മൊബൈലിനകത്ത് വന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കേട്ടിട്ട് കുറച്ചെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്ത് നിങ്ങളെല്ലാവരും നമ്മളെ കൂടെ വന്നെത്തി ആ ബ്രഹ്മലോകം എന്താണെന്ന് കാണാൻ നിങ്ങൾക്കും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് നല്ല മനസ്സോടുകൂടിയാണ് ഇവരുടെ കൂടെ ഞാൻ വന്നിരുന്ന് ചെയ്തത്. നിങ്ങളും ഇതിൻ്റെ പാത പിന്തുടർന്ന് ഇവരെ എല്ലാം കൂടി അറിഞ്ഞ് മനസ്സിലാക്കി നമുക്കെല്ലാവർക്കും ഇവിടെ ഇരുന്നു കൊണ്ടല്ല അവരവരെ വീട്ടിലിരുന്നെങ്കിലും മനസ്സിനെ
യോഗം ചെയ്യുമ്പോൾ ഈശ്വരനും നിങ്ങളുമായി ഒന്നിച്ച് സകല ഋഷിമാരെയും കൂടി വിചാരിച്ചുകൊണ്ട് ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നും നന്മ വരട്ടെ എന്നും യോഗത്തിൽ എല്ലാവർക്കും ബ്രഹ്മയന്ത്രം തുറന്ന് ആ ബ്രഹ്മജ്യോതി ആദിജ്യോതിയെ കണ്ട് അതിൽ ആനന്ദിച്ച് പരബ്രഹ്മമൂർത്തിയെ കണ്ട് ആനന്ദിച്ച് നിങ്ങളെല്ലാം ലയിക്കട്ടെ എന്ന് അനുഗ്രഹിച്ചുകൊണ്ട് ഇന്നിതിവിടെ നിർത്തുന്നു.